Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Editorial analysis of 16th August 2023. എല്ലാവർക്കും വെൽക്കം ടു ബാങ്കേഴ്സ് Adda247. അതിനും എല്ലാവർക്കും വെൽക്കം. നമ്മൾ രണ്ട് ചാനലും സൈമിൾട്ടേനിയസ് ആയിട്ട് ലൈവ് പോവാണ്. ഇന്നൊരുപാട് ലേറ്റായി. ഇന്ന് ശരിക്കും ന്യൂസ് പേപ്പർ ഇല്ല എന്നൊരു ആയതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയിട്ട് അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ എനിവേസ് സോറി ഫോർ ദാറ്റ്. ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം ഇന്ന്. അതുപോലെ തന്നെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസമുള്ള സെഷനാണ്. മൺഡേ ടു ഫ്രൈഡേ ഉള്ള നമ്മുടെ റെഗുലർ സെഷനാണ്. നമ്മൾ ഒരുപാട് വൊക്കാബുലറി പഠിക്കും, വേർഡ്സ്, അതിൻ്റെ യൂസേജസ് ആൻഡ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഒബ്വിയസ്ലി നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ, റൈറ്റിംഗ് എബിലിറ്റി ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ ആൻഡ് വൊക്കാബുലറി വേർഡ് പവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ വിത്ത് കൂട്ട് താമസിപ്പിക്കുന്നില്ല. യുവർ മൈൻഡ് ഇസ് എ പവർഫുൾ തിങ്. You will fill it with positive thoughts. When you fill it with positive thoughts, your life will start to change. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയ ഒരു കാര്യമാണല്ലേ. അത് എങ്ങനെയാണ് എന്തെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുക നമുക്ക് എത്രമാത്രം കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക ഇൻ എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേ. കാരണം മൈൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ മതി. മൈൻഡിൻ്റെ ഫ്ലക്ച്വേഷൻ വന്ന മൊത്തത്തിൽ നമ്മുടെ രീതികൾ മാറും, നമ്മുടെ ബിഹേവിയർ മാറും, എല്ലാം മാറും. അതാണ് ഈ മൈൻഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ റിമെമ്പർ, മൈൻഡിൽ എപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാം. നെഗറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്താൽ നമ്മളെപ്പോഴും ആൻസൈറ്റി കൂടും, നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളായിരിക്കും. കാണുന്നതിന് എല്ലാത്തിനും നമ്മളൊരു നെഗറ്റീവ് ഷെയ്ഡോടെ കാണുകയും അതിന് നമുക്ക് പിന്നെ അത് അതുപോലെ വന്നുകൊണ്ടിരിക്കും അല്ലേ. വാട്ട് യു സീക്ക് യു സീ എന്ന ബുദ്ധൻ പറഞ്ഞേക്കുന്നത്. നീ എന്ത് തേടുന്നു അതാ നീ കണ്ടെത്തുക. അപ്പോൾ പോസിറ്റീവ് തിങ്സിനെ തേടുക, പോസിറ്റീവ് തോട്ട്സിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ വെൽക്കം ചെയ്യുക, എംബ്രേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോസിറ്റീവ് തിങ്സ് ഹാപ്പൻ ചെയ്യും ആൻഡ് തിങ്സ് സ്റ്റാർട്ട് ടു ചേഞ്ച്. നമ്മുടെ ലൈഫിൽ ഒരുപാട് നാളായിട്ട് മോണോട്ടണസ് ആയ കാര്യങ്ങളൊക്കെ മാറി ലൈഫിലൊരു ചേഞ്ച് വരാൻ നമുക്ക് അത് വലുതായിട്ട് സഹായിക്കും. അപ്പോൾ അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്ത. അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ്, നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിളിനെ പറ്റി പറയണം അല്ലേ. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഇൻഫ്ലേഷനെ പറ്റി, ഇൻഫ്ലേഷൻ്റെ ഒരു സർജ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പോളിസി മേക്കേഴ്സ് കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്, വിലകയറ്റം കൂടുന്നുണ്ട്, അത് എത്രമാത്രം കോമൺ പീപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നും, അത് നമ്മൾ ഓരോ കൊമോഡിറ്റീസിനും എത്രമാത്രം ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്തു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന കോമൺ പീപ്പിൾ ആയതുകൊണ്ടും അവർക്ക് പർച്ചേസിങ് ആയിട്ടുള്ള എബിലിറ്റി കുറയുകയും, അങ്ങനെ വരുമ്പോൾ അത് ഇവഞ്ച്വലി നമ്മുടെ ഇക്കണോമിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിനെ ബാധിക്കുന്നു, നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്നു. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ 1. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഒബ്വിയസ്ലി ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേന്റെ പിറ്റേന്ന് ഞാൻ ഇന്ന് സംസാരിക്കുകയാണ്. ആർട്ടിക്കിൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഊഹിക്കാം നമുക്ക്. നമ്മുടെ മോദിജി, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഒരു കോൺസെൻട്രേഷനുള്ള ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോദിജിയുടെ ഇന്ത്യയെ പറ്റിയുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ പറ്റിയുള്ള അഡ്രസ്സിനെ പറ്റിയാണ്. ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ്സിനെ പറ്റിയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് അവർ ആർട്ടിക്കിൾ ഫോർ ടുഡേ. അപ്പോൾ നമുക്ക് എത്രമാത്രം നമുക്കതിനെ പോസിറ്റീവായിട്ട് എത്രമാത്രം ഹാപ്പിനെസ്സോടെ നമ്മൾ ഇന്ന് അതിനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ റെഡ് ഫോർട്ടിൽ നിന്നുള്ള ആർട്ടിക്കിളിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഉഷാറായിട്ടിരിക്കുക, ഒന്ന് ജിൽജിലായിട്ടിരുന്ന എല്ലാവരും ഒരു ഹായും ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കുക. ആരും മിണ്ടുന്നില്ല. എന്താണ് കുട്ടികളെ മിണ്ടാത്തത്? ഓക്കെ, പ്രവീണ് മാത്രമാണ് ഒന്നല്ലേ ഗുഡ് മോർണിംഗ് അയച്ചത്, വേറെ ആരും മിണ്ടില്ല. എന്ത് പറ്റി? എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാം. അതുപോലെ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. എക്സാംസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളൊക്കെ സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് മാറി നിൽക്കണമെന്നും എനിക്കറിയാം. എന്നാൽ പോലും റിമെമ്പർ, ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുള്ളൂ. നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ എക്സാം ഹോളിൽ പോയിരിക്കും ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യുക. ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഇവിടെ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. Adda247 മലയാളം, അതുപോലെ ബാങ്കേഴ്സ് Adda247 മലയാളവും നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്ടിലൈസ് ചെയ്യുക ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ആൻഡ് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ഉഷാറായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്സ്. ഇന്നത്തെ ഫ്രേസൽ വെർബ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്സ് കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. എന്നാൽ പോലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വിടാനുള്ളൊരു ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് ആൻഡ് വൺ വേർഡ്സ് ആണ് കേട്ടോ ഇന്ന്. അത് ടേൺ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബാണ്. ടേൺ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിത്തീരുക, ട്രാൻസ്പയർ ചെയ്യുക അല്ലേ.
prove to be the case. ഇന്ന രീതിയിലായി തീരുക. either it is a positive way or a negative way. പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. ടേൺ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ടേൺ ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, പ്രൂവ് ടു ബി ദ കേസ്, ഇങ്ങനെ ആയി തീരുക എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് ആ ടേൺ ഔട്ടിന്റെ മീനിങ് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ട്രാൻസ്പയർ ചെയ്യുക എന്ന വാക്കാണ് നിങ്ങൾക്ക് എപ്പോഴും ടേൺ ഔട്ടിന്റെ കൂടെ മീനിങ് ആയിട്ട് കാണുക. അതിന്റെ കൂടെ തന്നെ ഞാൻ എടുത്തു പറയാണ്, ടേൺ ഔട്ടിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്ന് ട്രാൻസ്പയറും അതുപോലെ പ്രൂവ് ടു ബി ദ കേസ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ടേൺ ഔട്ടിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്. അതിതാണ് നമ്മുടെ എന്താ പറയാ, ടേൺ ഔട്ട് ഇന്ന രീതിയിൽ ടേൺ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെ. ഇന്ന ടേൺ ഔട്ട് ചെയ്യുന്നല്ല ടേൺ ഓഫ് ചെയ്യാന്ന് പറയില്ലേ, സ്വിച്ച് ഓഫ് ചെയ്യുന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അല്ലാതെ നിങ്ങൾ കാണുന്ന ഓർമ്മയുണ്ടാവും, നിങ്ങൾക്ക് പ്രൂവ് ടു ബി ദ കേസ് എന്ന് പറയാറുണ്ട്. പ്രൂവ് ടു ബി ദ കേസ് പോസിറ്റീവ് സെൻസിലാകാം നെഗറ്റീവ് സെൻസിലാകാം കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. അതാണ്. അപ്പോൾ ഇറ്റ് ടേൺഡ് ഔട്ട് വെൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഹൗ വാസ് ദി ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് ടേൺഡ് ഔട്ട് വെൽ, നല്ല രീതിയിലാണ് അത് തീർന്നത്, നല്ല രീതിയിൽ അത് വന്നു അവസാനിച്ചു എന്ന് പറയില്ലേ, അങ്ങനെയുള്ളതിന് നമുക്ക് ടേൺ ഔട്ട് എന്ന് പറയാം കേട്ടോ, ഓർത്ത് വെച്ചോണേ അത്. അടുത്ത കാറ്റലോഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻവെന്ററി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻവെന്ററി എന്ന് പറയുന്നത് കാറ്റലോഗ് എന്ന് പറയുന്നത് ഒരേ സാധനം തന്നെയാണ്, സിനോണിമസ് ആണ്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ് സംഭവം. പക്ഷേ രണ്ടിൻ്റെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് മീനിങ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓർക്കാം, വൺ വേർഡിലൊക്കെ ചോദിക്കാറുണ്ട്. ഇൻവെന്ററി ആണെങ്കിൽ ലിസ്റ്റ് ഓഫ് ഓൾ ഐറ്റംസ് ആണ്, എല്ലാ ഐറ്റംസിൻ്റെയും ലിസ്റ്റിന്, നമുക്ക് മൊത്തത്തിലുള്ള ലിസ്റ്റിന് ഇൻവെന്ററി എന്ന് പറയാം. പക്ഷേ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ ആൽഫബറ്റിക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഓർഡർ. ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മളൊരു കാര്യം അറേഞ്ച് ചെയ്യുന്നതിന് കാറ്റലോഗ്, ആ ലിസ്റ്റിന് നമ്മൾ പറയും കാറ്റലോഗ് എന്ന്. അറേഞ്ച് ചെയ്യുന്നതിന് കാറ്റലോഗ് ചെയ്യുക എന്ന് വേർബ് ഉണ്ട് കേട്ടോ, നമ്മളിന്ന് കാണും. വേർബ് നമ്മൾ സിനോണിം ആന്റണിമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗ് എന്ന് പറയുന്നതിന് അർത്ഥം ഇതാണ്, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ ആൽഫബറ്റിക് ഓർ സിസ്റ്റമാറ്റിക് ഓർഡർ ആണ് നമ്മുടെ കാറ്റലോഗ് എന്ന വാക്കുകൊണ്ട്, വൺ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് ഇൻവെന്ററി മറക്കരുത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഓൾ ഐറ്റംസ്, എല്ലാ ഐറ്റംസിന്റെയും ലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അടുത്ത് ലുക്ക് ത്രൂ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ ലുക്ക് ത്രൂ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണേ, ലുക്ക് അപ്പ് ടു സംതിങ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് നമ്മൾ എന്താണ് അഡ്മയർ ചെയ്യുക, ലുക്ക് അപ്പ് ടു സംതിങ് അല്ലേ. ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ബിവെയർ, ബിവെയർ. ഒന്ന് ശ്രദ്ധിച്ചോണേ, ലുക്ക് ഔട്ട് ചെയ്യുക, ലുക്ക് ഔട്ട് ഫോർ ഡേഞ്ചർ, ലുക്ക് ഔട്ട് ഫോർ ബിഗ് ബാഡ് വുൾഫ് എന്നൊക്കെ പറഞ്ഞ ലുക്ക് ഔട്ട് അല്ലേ. ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പോലീസ് കൊടുത്തു എന്നൊക്കെ പറയില്ലേ, ആ സാധനം ശ്രദ്ധിക്കണ്ടേ അല്ലെ, വോണ്ട് അതിൽ അവസ്ഥയിൽ. അതേസമയത്ത് ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്നാന്ന് നോക്കി, ലുക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിൻ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക എന്ന് പറയാം. ലെറ്റ് മീ ലുക്ക് ത്രൂ ഇറ്റ്, ഞാൻ അതൊന്ന് നോക്കട്ടെ കേട്ടോ. കാര്യമായിട്ട്, നല്ല കാര്യമായിട്ടൊന്ന് എക്സാമിൻ ചെയ്യുക, കാര്യമായിട്ടൊന്ന് അതിനെപ്പറ്റി അന്വേഷിക്കുക, അതിനെയാണ് നമുക്ക് പറയുന്നത് ലുക്ക് ത്രൂ. ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ലുക്ക് ത്രൂ എന്ന ഫ്രേസൽ വെർബ് നമുക്ക് ഉപയോഗിക്കാം. ഓർത്തോണം കേട്ടോ, ലുക്ക് ത്രൂ ഒരുപാടുണ്ട്, ലുക്ക് അറ്റ് സംതിങ് അല്ലെ, ലുക്ക് ഇൻ ടു സംതിങ് എന്നൊക്കെ നമ്മൾ പറയും. അതൊന്ന് ഓർത്ത് വെച്ചാണ്. അപ്പോൾ ഫ്രേസൽ വെർബ്, ലുക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബിനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, എക്സാമിന് ചോദിക്കപ്പെടാറുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. അടുത്തത് നമ്മൾ എല്ലാ ദിവസവും ഇപ്പം ഈ ഇടയായിട്ട് എല്ലാ ആഴ്ചയിലും വരാറുണ്ട് ഇൻ ദ ഫേസ് ഓഫ് സംതിങ് എന്ന്. ഇൻ ദ ഫേസ് ഓഫ് എന്ന് പറഞ്ഞാൽ വെൻ കൺഫ്രണ്ടഡ് വിത്ത് സംതിങ്. ഞാൻ പറയും ഇൻ ദ ഫേസ് ഓഫ് ദ പാൻഡമിക് അല്ലേ, നമ്മളെപ്പോഴും പറയും ഇങ്ങനെ പാൻഡമിക്കിൻ്റെ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇൻ ദ ഫേസ് ഓഫ് ഫ്ലഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതായത് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ പോലെയുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ കൺഫ്രണ്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഇൻ ദ ഫേസ് ഓഫ് സംതിങ് എന്നാണ് പറയുന്നത്. ഫേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്രണ്ട് ചെയ്യുക, അഭിമുഖീകരിക്കുക എന്നാണ്. അപ്പോൾ ഇൻ ദ ഫേസ് ഓഫ് എന്ന് പറയുമ്പോൾ വെൻ കൺഫ്രണ്ടഡ് വിത്ത് എന്ന മീനിങ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുതിയതൊന്നും അല്ല കേട്ടോ, ഓർത്തോണം. ഗുഡ് മോർണിംഗ്, എവ്രി വുമൻസ് ലൈഫ് ടേൺസ് ഔട്ട് ഇൻ ടു ന്യൂ വൺ ആഫ്റ്റർ മാരേജ്. ശരിയാണല്ലേ, മാറ്റങ്ങൾ വരാറുണ്ട്. ഐദർ ഇറ്റ് ഈസ് എ പോസിറ്റീവ് തിങ് ഓർ എ നെഗറ്റീവ് തിങ്, രണ്ട് രീതിയിലാണെങ്കിലും സംഭവം സെറ്റാണ്. യു ഷുഡ് ലുക്ക് ത്രൂ ദി ഇൻസ്ട്രക്ഷൻസ് ബിഫോർ എൻറ്ററിംഗ് ദ എക്സാം hall. That's great. Details of all chemicals in our lab were given in this catalog. That's great. Good morning, Adda. The officer has looked through the evidence and made findings wisely. That's great. Morning, Shahana. Good morning. Usharalle. അടുത്ത നോക്കിക്കേ, uphill task. ഇഡിയമാണ് കേട്ടോ, uphill task. It's an uphill task എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ചില്ലറ പണിയല്ല, സിമ്പിൾ പണിയൊന്നുമല്ല. It is a task that requires a lot of effort, determination. ഒരുപാട് ഡിറ്റർമിനേഷനും എഫേർട്ടും ഇട്ട് കൊടുക്കണം, അങ്ങനത്തെ ഒരു പണിയാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഹെർക്യൂലിയൻ ടാസ്ക് എന്നൊക്കെ പറയാം. അതായത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് എഫേർട്ട്, ഒരുപാട് എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് ഡിറ്റർമിനേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാം അപ്ഹിൽ ടാസ്ക് എന്ന് പറയാം കേട്ടോ. ചോദിച്ചിട്ടുള്ളതാണ്, ഇഡിയമാണ് അപ്ഹിൽ ടാസ്ക് എന്ന് പറയുന്നത്. That means anything that requires a lot of effort അല്ലെങ്കിൽ determination നമുക്ക് പറയാം uphill task എന്ന് പറയാം. How am I? Good morning. I strongly think things will turn out all right. All right ന്റെ സ്പെല്ലിംഗ് ഇങ്ങനെ
all right എങ്ങനെയല്ല all right ALRIGHT ഒറ്റ വാക്കാണ് കേട്ടോ. all right ഒരു adverb ആണ്. അതുപോലെ in concert ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൂടിച്ചേരുക എന്നൊക്കെ അർത്ഥത്തിലാണ് അല്ലേ. അപ്പൊ in concert എന്ന് concert yes noun വരുമ്പോൾ concert കേട്ടോ. സോ in concert എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ concert എന്ന് പറയുമ്പോൾ തന്നെ ഗാനമേള എന്ന് തന്നെ പറയുന്നത്. അപ്പം in concert എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് കോൺസേർട്ട് ഒക്കെ നമ്മൾ പറയും. സോ in concert എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് together ഒരുമിച്ച് jointly adverbal expression ആണ് together എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ jointly എന്ന് പറയുന്നത്. സോ ഓർത്ത് വെച്ചാൽ മതി. they planned this event in concert എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ചാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻ ചെയ്യുന്ന വേർബിന് കൊടുക്കാനുള്ള ഒരു adverbal expression ആയിട്ടാണ് നമ്മൾ പറയുക jointly എന്ന് പറയുന്നത് കേട്ടോ. in concert ഓർത്ത് വെച്ചാൽ in concert കേട്ടോ. you have to look through carefully. ലുക്ക് ത്രൂ എന്ത് അമൃത? ഹായ് അമൃത, കുറച്ചായല്ലോ ഇപ്പൊ കണ്ടിട്ട്. എന്താ ലുക്ക് ത്രൂ എന്തെന്നോട് കൊടുക്കണം? യു ഹാവ് ടു ലുക്ക് ത്രൂ ദ ഡോക്യുമെന്റ് കെയർഫുള്ളി എന്ന് കൊടുത്തു. ഒബ്ജക്റ്റ് വേണേ ലുക്ക് ത്രൂ. ലുക്ക് ഒരു ട്രാൻസിറ്റീവ് വെർബ് ആയതുകൊണ്ട് തന്നെ അതിന് എപ്പോഴും ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഓർത്താൽ മതി യു ഹാവ് ടു ലുക്ക് ത്രൂ ദി ഡോക്യുമെന്റ് കെയർഫുള്ളി, യു ഹാവ് ടു ലുക്ക് ത്രൂ ദി ഡീറ്റെയിൽസ് കെയർഫുള്ളി, യു ഹാവ് ടു ലുക്ക് ത്രൂ ദി സർട്ടിഫിക്കറ്റ്സ് കെയർഫുള്ളി, തിങ്സ് ലൈക്ക് ദാറ്റ്. എന്താണ് ഒബ്ജക്റ്റ് അവിടെ കൊടുക്കുക ഒരു ഒബ്ജക്റ്റ്. സ്റ്റേയിങ് ദ കോഴ്സ് ഈസ് എ അപ്പിൾ ടാസ്ക് അല്ല. അപ്പിളിന്റെ സൗണ്ടിന് ഓർക്കുക സൗണ്ട് അല്ല സൗണ്ട് ആണ്. സൗണ്ട് വരുമ്പോൾ വവലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആൻ അപ്പിൾ ടാസ്ക് ആണ്, എ അപ്പിൾ ടാസ്ക് അല്ല അനുപമ. ആൻ അപ്പിൾ ടാസ്ക് മാർക്കണ്ട കാര്യം ചോദിക്കപ്പെടാറുണ്ട്, നമുക്ക് മാറാറുള്ള ഡൗട്ട് വരാറുള്ള എക്സാമിന് മാർക്ക് പോകാറുള്ള ഏരിയ ആണ് ഈ പറഞ്ഞ വവൽ സൗണ്ട്. കണ്ട യു കാണുമ്പോൾ യൂണിവേഴ്സിറ്റി പോലെ യൂണിയൻ പോലെ തോന്നുമെങ്കിലും രണ്ട് യൂസേജ് ഉണ്ട്. ഒന്ന് യു സൗണ്ടും വരും, അല്ലാതെ അതിന് സൗണ്ടും വരും അല്ലെ. അപ്പിൾ, അതുപോലെ അണ്ടർമൈൻ, അതുപോലെ തന്നെ എപ്പോഴും സൗണ്ട് അത് തന്നെ. അത് വേറെ ഒന്നും നോക്കണ്ട, അത് തന്നെ ഓർത്താൽ മതി. പിന്നെ it turns out that he was right. That's great. This job is an uphill task only in the face of coward people. When confronted with അപ്പോൾ only in the face of എന്ന് പറയുമ്പോൾ അവർക്ക് എന്നല്ല. when confronted with coward people എന്ന് പറയുമ്പോൾ that's not right. when confronted with എന്ത്? when confronted with danger അല്ലെങ്കിൽ when confronted with an extreme difficulty, എന്തെങ്കിലും വലിയ ഡിഫിക്കൽറ്റി ഒക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സന്ദർഭത്തിൽ അതർത്ഥത്തില്ല. in the face of എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ when confronted with ഇന്നത് എന്നുള്ളതില്ല, ഇന്ന സന്ദർഭത്തിൽ, അതാണ് കേട്ടോ in the face of ന്റെ അർത്ഥം. അപ്പൊ ഇന്ന ആൾക്കാരിന്റെ ഇതിൽ അവർക്ക് മാത്രം എന്നല്ല, ആ സന്ദർഭത്തിൽ ആ സിറ്റുവേഷൻ അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ പ്രവീൺ. അപ്പം ഇൻ ദ ഫേസ് ഓഫ് എന്ത് എന്ന് കൊടുക്കുക. എന്ത് ആര് എന്നല്ല, ഇൻ ദ ഫേസ് ഓഫ് എന്ത് എന്ന് കൊടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കാം. പിന്നെ യെസ്, മാനേജിങ് ചിൽഡ്രൻ ഈസ് എൻ അപ്പിൾ ടാസ്ക്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. വി കൻ സീ കാറ്റലോഗ് ഓഫ് വൊക്കാബുലറി ഇൻ എവറി ഡിക്ഷണറി. യെസ് വി ക്യാൻ. അനുപേ ഉഴപ്പ് തീർന്നില്ലല്ലോ, ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഇപ്പൊ വരുന്നുള്ളല്ലോ. തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാണുന്നില്ലല്ലോ. ആ ഒരു ഫ്ലോ അങ്ങ് വന്നില്ല എന്ന് തോന്നുന്നു, തിരിച്ചുവരവിന്റെ ഫ്ലോ അല്ലേ. തിരിച്ചുവരവിന്റെ ആ ഫ്ലോയിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഫാമിലി വിൻസ് വെൻ ഓൾ ദ ഡ്യൂട്ടീസ് ആർ എക്സിക്യൂട്ടഡ് ഇൻ കോൺസേർട്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ഇൻസ്പെക്ടർ ആസ്ക്സ് ദ കോൺസ്റ്റബിൾ ടു ലുക്ക് ത്രൂ ദ ഡോക്യുമെന്റ്സ് ഓഫ് ദ മർഡർ കേസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഇൻ ദ ഫേസ് ഓഫ് ദ ഫ്ലഡ് ഓൾ ദോസ് ഹു ലിവ് നിയർ ദ സീ ഷോർ ആർ അഡ്വൈസ്ഡ് ടു ഗെറ്റ് റെഡി ടു മിറ്റിഗേറ്റ് ടു ദി റെസ്ക്യൂ സെന്റർ. Mitigate is different. Migrate to the rescue center. That's great. I had a brief look through the book before the presentation. Look through phrasal verb. I had a brief look through എന്നല്ല, I looked through the book briefly അങ്ങനെ കൊടുക്കണം കേട്ടോ. I had looked, I had past tense കൊടുത്തു, past perfect കൊടുത്തു. I had looked through the book briefly before the presentation എന്ന് കൊടുക്കട്ടോ. മോളെ അപ്പോഴാണ് സെറ്റ് ആവുക, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി തെറ്റും. I had looked through the presentation book briefly before the presentation. അങ്ങനെ. Okay, cracking competitive exam is an uphill task. Yes. Turn off, turn on same meaning ആണോ? Turn off, turn on ഇല്ല. Turn off എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Turn off switch off ആ അർത്ഥത്തില്. Turn on is different. അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ turn on. Turn on is different കേട്ടോ. ആദ്യത്തെ turn on different, turn off വേറെ. ഓക്കെ, രണ്ടാ. ഗുഡ് മോർണിംഗ് നന്ദന, ഉഷാറാണോ? എന്തുണ്ട് വിശേഷം? കാണാനില്ലല്ലോ ഇപ്പൊ 2 ദിവസമായിട്ട്. Now she is looking through the missed earring. That's great. ഇയറിംഗ് എന്ന് പറയില്ല കേട്ടോ, ഇയറിംഗ് എന്ന് പറയില്ല. ഇയറിംഗ് എപ്പോഴും എന്താ പറയാ, നമ്മൾ ഇയറിംഗ്സ് പ്ലൂറലിയാ പറയാ. കാരണം വേറൊന്നും കൊണ്ടല്ല, സംഭവം 2 കയ്യിൽ ചെവിയിലിടാൻ വേണ്ടി. ഇറ്റ്സ് ലൈക്ക് എ പെയർ ആയിട്ടുള്ള നൗൺസ് ആണ്. അപ്പൊ എപ്പോഴും പ്ലൂറൽ കൊടുക്കുക, ഇയറിംഗ്സ് കൊടുക്കുക കേട്ടോ. കുഡ് യു, ഇനി ഒറ്റയായിട്ട് പറയണമെങ്കിൽ a piece of earring എന്ന് കൊടുക്കണം, ഇയറിംഗ്സ് എന്ന് കൊടുക്കണം. could you look through this report when you have a spare time? when you have a spare time അല്ല, when you have spare time. ടൈം അൺകൗണ്ടബിൾ ആണല്ലോ നന്ദന, അപ്പൊ spare time കൊടുക്കരുത്, when you have spare time എന്ന് കൊടുക്കും കേട്ടോ. That's it.
When you have a moment ഒക്കെ പറയുമ്പോൾ ഓക്കെ ആണ്, ഒരു മൊമെന്റിൽ എന്നൊക്കെ പറയാം. പക്ഷേ ടൈം എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് ആ സ്പെയർ ടൈം കൊടുക്കരുത്. വെൻ യു ഹാവ് സ്പെയർ ടൈം എന്ന് കൊടുത്താൽ ഓക്കെ, ഫൈൻ, ഇറ്റ് ഇസ്. Okay, taking care of children is an uphill task, but in the face of smart work, we can overcome that. Adivali. Smart work or no? Oh my god. He looked through the binoculars at the bird. Alright, that's great. The manager gave me an uphill task and insisted me to complete. ഇൻസിസ്റ്റ് എന്ന വേർബിന്റെ കൂടെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത് ഓൺ എന്ന പ്രൊപ്പോസിഷൻ ആണ്. അപ്പോൾ ഓൺ എന്ന പ്രൊപ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടു കംപ്ലീറ്റ് പറ്റില്ല. അപ്പോൾ എന്നെ കൊടുക്കണമെന്ന് അറിയാമോ? അതൊരു തിരുത്തലുണ്ട് കേട്ടോ, അതിനെ ശ്രദ്ധിച്ചോണ്ടത് ഒരുപാട് എക്സാമിന് വരുന്നതാണ്. ഇൻസിസ്റ്റ് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ നിർബന്ധമായിട്ടും ഒബ്ജക്റ്റ് കൊടുത്തോ, പക്ഷെ ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഓൺ കൊടുക്കണം. എന്തിന്റെ മേൽ? ഇൻസിസ്റ്റഡ് മീ ഓൺ ഡൂയിങ് ദിസ്, ഇൻസിസ്റ്റഡ് മീ ഓൺ കംപ്ലീറ്റിംഗ് ഇറ്റ് വിത്തിൻ ടൈം, ഇൻസിസ്റ്റഡ് മീ ഓൺ. നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ് ഓൺ. മറക്കല്ലേ? ഇൻസിസ്റ്റഡ് മീ ഓൺ കംപ്ലീറ്റിംഗ് ഇറ്റ് വിത്തിൻ ടൈം. ടേൺ ഔട്ട് ആൻഡ് ടേൺ ഓഫ് ആണ്. ഓക്കെ. ടേൺ ഔട്ടും ടേൺ ഓഫും എപ്പോഴും സെയിം മീനിങ് അല്ല, സിനോണിമസ് ആണ്. അതാണ് ടേൺ ഓഫ് ചെയ്യുക എന്ന് പറയില്ലേ, ആ സാധനം സിനോണിമസ് ആണെന്ന് മാത്രം. ഇപ്പം ടേൺ ഔട്ടിന് വേറൊരു മീനിങ് കൂടെ ഉണ്ടല്ലോ, പക്ഷേ ടേൺ ഓഫിന് അതേ മീനിങ് തന്നെ അല്ലല്ലോ എപ്പോഴും വരുന്നത്. അതാണ് ഡിഫറൻസ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രേസൽ വേർബിന് 4 മീനിങ് എങ്കിലും മിനിമം വരും. അപ്പോൾ ടേൺ ഔട്ടിന്റെ ഒരു സിനോണിമും കൂടിയാണ് സ്വിച്ച് ഓഫും ടേൺ ഓഫും എന്നുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യത്തെ പറഞ്ഞത്. All the 10th standard students are in the face of public attention. That's great. Yes. CHSL RRB എക്സാം ഉണ്ടായിരുന്നു അല്ലേ? ഓ ശരി, റെക്കോർഡ് കണ്ടു. ഉഷാറ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടന്നോ? അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. എന്താ പറയുക, നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അല്ലേ നന്ദന? അത് മതി, സന്തോഷം എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ്സ് ആൻഡ് ഫ്രേസസ് കേട്ടോ. വേർഡ്സ് അല്ല, ഫ്രേസസ്, ഇഡിയംസ് ഒക്കെ ആൻഡ് വൺ വേർഡ്സ്. മറക്കണ്ട, നമ്മുടെ ടേൺ ഔട്ട്, കാറ്റലോഗ്, ലുക്ക് ത്രൂ, ഇൻ ദ ഫേസ് ഓഫ്, അപ്ഹിൽ ടാസ്ക്, ഇൻ കോൺസേർട്ട്. ഇതാണ് നമ്മുടെ വേർഡ് ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ആൻഡ് ഇഡിയംസ്. അപ്പോൾ മറക്കണ്ട, നമുക്ക് ഓർത്തു വെക്കാം, എക്സാമിന് ഓർത്തു വെക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ സിനോണിംസ് ആൻഡ് അന്റോണിംസ്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരു തംസ് അപ്പ് ഇടാം, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാം. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, നമുക്ക് പോകാം. ഓൾ സെറ്റ് ആണല്ലോ അനുപ, എന്നാൽ എനിക്ക് അത് കേട്ടാൽ മതി. ലുക്ക് ത്രൂ ദി ഇഞ്ചുറി ബിഫോർ യു സ്റ്റാർട്ട് ദ പ്രൊസീജിയർ. ദാറ്റ്സ് ഗ്രേറ്റ്. വി ക്യാൻ മാനേജ് ദിസ് ക്രൈസിസ് ഇൻ കോൺസേർട്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ ഫയർമാൻ ട്രെയിനിങ് നോട്ടിഫിക്കേഷൻ ഇന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളിങ്ങനെ ഏത് സമയം വരാം എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഓൾറെഡി ഇപ്പോൾ ഫയർമാൻ ട്രെയിനിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുക. അത് വേറൊരു കാര്യം. നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്ലാസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് പഠിക്കുക. അറിയാലോ, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡീപ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിന് എഫേർട്ട് ഇടാൻ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. യു ഹാവ് ടു ബി റിയലി പ്രിപ്പയർഡ്. കാരണം പണ്ടത്തെ രീതിയിൽ പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു തട്ടി തടഞ്ഞ് എങ്ങനെയും തപ്പി തടഞ്ഞ് പോവുക എന്നുള്ളൊരു രീതി പറ്റില്ല. എക്സാം എഴുതുമ്പോൾ ഒരിക്കലും അത് ആ രീതി പറ്റുകയില്ല. അത് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഏത് എക്സാമിന്, ഇപ്പോൾ LSJSL ആണെങ്കിലും നമ്മുടെ LDC എക്സാം വരുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങളോട്ട് പോകും. കാരണം നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ മാത്രം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ എക്സാം ഈ ഇടയ്ക്ക് എക്സാം എഴുതി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്, PSC ആണെങ്കിൽ PSC അല്ലേ, ഓ അതൊക്കെ മതി എന്ന് നോക്കരുത്. PSC ആണ് എന്ന് തന്നെ ഇപ്പോൾ ചിന്തിക്കുക. PSC ആണ്, അതാ പ്രശ്നം. അതൊന്നും ആലോചിച്ച് നോക്കുക. സോ ഒരു ബേസ് ഇല്ലെങ്കിൽ ബേസ് എടുത്ത് ഉറപ്പായിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം. കോഡ് അറിയാലോ, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് LSCSന്റെ ബാച്ച്, LDCയുടെ ബാച്ച്, അതുപോലെ തന്നെ ഫയർമാൻ ട്രെയിനിൻ്റെ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അതൊന്നും അല്ലെങ്കിൽ മെഗാ ബാക്ക് നിങ്ങൾക്ക് നോക്കും. 1-2 കോഴ്സിൽ നിങ്ങൾ നോക്കുന്നുണ്ട്, ഞാൻ ആ കോഴ്സ് ഇതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഗാ ബാക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഒരു 3 എക്സാമിനൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഒരുപാട് എക്സാമിന് വലിച്ചു പേര് കോൺസെൻട്രേറ്റ് ചെയ്താൽ പണി പാളും. അതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പം ഈ ഒരു മെഗാ ബാക്കിൻ്റെ പ്രത്യേകത, നമുക്ക് അവിടെ ടെസ്റ്റ് സീരീസും ബുക്സും അതുപോലെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഇടയ്ക്ക് സമയത്ത് നിങ്ങൾക്ക് സമയമുള്ള പോലെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ എന്നുള്ള അവസരം നിങ്ങളുടെ ടൈം പോലെ നിങ്ങൾക്ക് കിട്ടും. അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. കോഡ് അറിയാലോ, Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സിനോണിംസ്, ആന്റണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. ആദ്യത്തെ വേർഡ് റാംപാർട്ട്. നമ്മളിന്ന് റാംപാർട്ട് വരാനുള്ള കാരണം തന്നെ എന്താണെന്ന് അറിയാമോ? നമ്മുടെ റെഡ് ഫോർട്ടിൽ നിന്നാണ് നമ്മുടെ മോദിജി നമുക്ക് അഡ്രസ്സ്, പ്രൈം മിനിസ്റ്ററിന്റെ അഡ്രസ്സ് തന്നെ അല്ലെ, ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ്സ് തന്നെ. അപ്പൊ തന്നെ ഓർക്കുക, റാംപാർട്ട് എന്ന വാക്കിന്റെ അർത്ഥമേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബൽവാർക്ക് അല്ലെങ്കിൽ വാൾ അല്ലെ, വലിയൊരു ഫോർട്ടിഫിക്കേഷൻ. അതിനാണ് നമ്മൾ റാംപാർട്ട് എന്ന് പറയുന്നത്. ഫെൻസ്, ഫോർട്ടിഫിക്കേഷൻ, ബൾവാർക്ക്, വാൾ എന്ന് പറയും. റെഡ് ഫോർട്ടിനെ പിന്നെ എന്നാ വിളിക്കുക അല്ലെ, റാംപാർട്ട് നല്ലത് എന്താ വിളിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആന്റണിം എന്താണ്? എൻട്രൻസ്.
റാംപാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന സാധനത്തിനാണ് കേട്ടോ നമ്മൾ വോൾ എന്ന് പറയുന്നത്. ഇപ്പം ബ്ലോക്ക് ചെയ്തൊരു സാധനമാണ്, സ്ട്രെങ്ത് ആൻഡ് ഡിഫൻസ് മെക്കാനിസം ആണ് നമുക്ക് ഇപ്പോൾ റാംപാർട്ട് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഒരെണ്ണത്തിന്റെ എൻട്രൻസ്, എൻട്രി, ഡോർ, ഗേറ്റ്, പോർട്ടൽ എന്നൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ആന്റണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ ഇതേ ഉള്ളൂ, എൻട്രൻസ്, ഡോർ, ഗേറ്റ് അല്ലെങ്കിൽ പോർട്ടൽ എന്നൊക്കെ പറയാം. ഇതാണ് റാംപാർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള വേർഡ്സ്, ഓർത്ത് വെച്ചോ. അടുത്ത കാറ്റലോഗ്. ഞാൻ പറഞ്ഞു ഓൾറെഡി, കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് നടത്തും. ഇൻ ആൻ ആൽഫബറ്റിക് ഓർ സിസ്റ്റമാറ്റിക് ഓർഡർ തന്നെയാണ് കാറ്റലോഗ് എന്ന് നൗൺ കൊണ്ട് പറയാം. വേർബ് ആയിട്ട് പറയുമ്പോൾ സെയിം മീനിങ് തന്നെയാണ്. ക്ലാസിഫൈ ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയും. കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ രീതിയിൽ വളരെ വൃത്തിയായിട്ട് ക്ലാസിഫൈ ചെയ്യുക, കാറ്റലോഗ് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക എന്നൊക്കെയാണ് കാറ്റലോഗ് എന്ന വേർബിന്റെ അർത്ഥം. വേർബ് ഉണ്ട് കേട്ടോ, സെയിം മീനിങ്ങിൽ വേർബ് ഉണ്ട്, നൗണും ഉണ്ട്. അപ്പൊ ആന്റണിം എന്ത് വരും? ഡിലീറ്റ് ചെയ്യുക അല്ലേ? ലിസ്റ്റ് എടുത്ത് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നതിന് ഇല്ല, അതിന് ആ ലിസ്റ്റ് വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുക, ഡീക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒഫിസ്കേറ്റ്, അതൊക്കെ ഉന്മൂലനം ചെയ്യുക. അതിനെയാണ് കാറ്റലോഗിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഓർത്ത് വെച്ചോളും, കാറ്റലോഗിന്റെ ഓപ്പോസിറ്റ്സ് ആണ് ഡിലീറ്റ്, ഡീക്ലാസിഫൈ അല്ലെങ്കിൽ ഒഫിസ്കേറ്റ് എന്ന അർത്ഥം. ഓക്കെ, എക്സാംസ് ഗുഡ്. സിനോണിം ആന്റണിം വെക്ടോറിയൽ ക്വസ്റ്റൻസ് വന്നു, ക്ലാസ് ഈസി, നല്ല കാര്യം. RRB നല്ല ഈസി ആയിരുന്നു, അടിപൊളി. പിന്നെ എന്നാ വേണം അല്ലേ? ഉഷാർ, അടിപൊളി. The whole Adda team in concert is giving us good guidance for securing a government job. Aditya, we are so proud to hear that, and we are so happy to hear it as well. Thank you. There occurs a massive migration of people in the face of war. That's great. That's a great sentence, Aditya. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കിയാലോ? ലോർഡ്. ലോർഡ്, LAUD, ലോർഡ്. നിങ്ങളറിയാം, നമ്മൾ ലോഡ് ചെയ്യുക എന്നർത്ഥവും ലോഡ് എന്ന ഒരു എന്താ വേർബും ഉണ്ട്. നമ്മൾ എന്താ പറയുക, ലോഡബിൾ ആയിട്ടുള്ള എന്നുള്ള അഡ്ജക്റ്റീവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യാറുള്ളതുമാണ് ലോഡബിൾ. അപ്പം ലോഡബിൾ ഞാൻ പറയും അപ്രീഷ്യബിൾ ആണ്, അഡ്മയറബിൾ ആണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ലോഡ് ചെയ്യുക ആൻഡ് ലോഡ് എന്ന നൗണിന് ഒരേ അർത്ഥമാണ്, സെയിം അർത്ഥം. പ്രൈസ്, എക്സ്റ്റോൾ എന്നൊക്കെ, പ്രശംസ, അതാണ് ലോഡ്. I'm so happy to hear this. I'm so happy to receive this laud, to this praise എന്നർത്ഥം, പ്രശംസ. പ്രശംസിക്കുക എന്ന വേർബും പ്രൈസ് തന്നെയാണ്. സോ വേർബായിട്ടും എക്സ്റ്റോൾ എന്ന വേർബും ഉണ്ട്. ഇത് നൗണും വേർബും ഉണ്ട്, ബോത്ത് നൗൺ ആൻഡ് വേർബ് ആണ് കേട്ടോ. പ്രൈസ് എന്ന് പറയുന്നതും എക്സ്റ്റോൾ എന്ന് പറയുന്നതും അതൊക്കെ ഇതിന്റെ സിനോണിംസും ആണ്. അക്ലെയിം ചെയ്യുക, കമന്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് മറ്റ് സിനോണിംസ്. അപ്പൊ ലോഡ് എന്ന് പറയുന്ന നൗണും വേർബായിട്ട് ഒരേ സാധനം പറഞ്ഞാൽ മതി, പ്രൈസ് അല്ലെങ്കിൽ എക്സ്റ്റോൾ സെയിം സാധനമാണ്. അപ്പൊ ആന്റണിം എന്താണ്? കണ്ടം അല്ലെ, ക്രിട്ടിസൈസ് ചെയ്യുക, കണ്ടം ചെയ്യുക എന്നൊക്കെ പറയാം. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. നമ്മൾ ഒരാളെ പ്രശംസിക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വേണ്ടേ? കണ്ടം ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് അതിന്റെ ആന്റണിമായിട്ട് പറയാം, ഓർത്ത് വെച്ചണം. ഓക്കെ, കള്ളപ്പണിക്കാർ മൊത്തം ഹിന്ദി, കള്ളപ്പണികൾ മൊത്തം ഹിന്ദിയാക്കും, ആയിക്കൊള്ളാത്ത പേരോ? കള്ളപ്പണിയോ? എനിക്ക് മനസ്സിലായില്ല. കള്ളപ്പന്നികൾ. ഓ കള്ളപ്പന്നികൾ, അതാണല്ലേ പറഞ്ഞത്. ഓ ശരി, എനിക്കിപ്പോൾ കത്തി. ഞാൻ കള്ളപ്പണി അതാണോ ചോദിച്ചു? എന്താ ചെയ്യുക ഞാൻ? ദ കിങ് ബിൽറ്റ് എ റാംപാർട്ട് ഫോർ റെസിസ്റ്റിംഗ് ദ ഡയറക്റ്റ് അറ്റാക്ക് ഓഫ് എനിമീസ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓൾ റൈറ്റ്, അടിപൊളി. അപ്പോൾ നമ്മൾ ഈ റാംപാർട്ട് പറയുമ്പോൾ ബൾവാർക്ക് ഓർത്ത് വെച്ചേക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ബൾവാർക്ക് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ബൽവാൽ ദേവൻ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ബൾവാർക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർത്ത് വെച്ചോളൂ, ബൾവാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരിക്കണം നമ്മുടെ ബൽവാൽ ദേവൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫോർട്ടിഫിക്കേഷൻ, ഒരു ഡിഫെൻസ് എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത്. അതെപ്പോഴും ഉണ്ടായിരിക്കണം മനസ്സിൽ, ക്ലിയർ ആയിട്ട് ആ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കുകയും നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ്. അതിന് വേണ്ടി എന്താ അടുത്ത സെറ്റ് കേട്ടോ, അപ്പീസ്മെന്റ്. അടുത്ത സെറ്റ് ഈസ് അപ്പീസ്മെന്റിൽ അപ്പീസ് ചെയ്യുക വേർബ് ഉണ്ട്. അപ്പീസ് ചെയ്യുക ഇസ് എ വേർബ് കേട്ടോ. അപ്പീസ് ഒരു വേർബ് ഉണ്ട്. അതേ സമയത്ത് അപ്പീസ്മെന്റ് നോൺ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. MENT വാക്കുകൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. സഫിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന MENT വാക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് അമെൻമെന്റ് അല്ലേ, അമെൻമെന്റ്, അച്ചീവ്മെന്റ്, അക്കംപ്ലിഷ്മെന്റ് എല്ലാം കണ്ടില്ലേ. വേർബിന്റെ കൂടെ MENT കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന നൗൺ കിട്ടുക. അപ്പം ഓർത്ത് വെച്ചോണം, എസ്റ്റാബ്ലിഷ്മെന്റ്, അങ്ങനെ MENT വാക്കുകൾ അല്ലാതെ. അപ്പീസ്മെന്റ് ഒരു നൗൺ ആണ്. കൺസീലിയേഷൻ, അക്കോർഡ് എന്നൊക്കെ പറയാം കേട്ടോ. ഒരു കൺസീലിയേഷൻ, ഒരു നെഗോസിയേഷൻ, കൺസീലിയേഷൻ എന്നൊക്കെ പറയില്ലേ, ആ സാധനത്തിൽ സമാധാനപ്പെടുത്തൽ, അതാണ് അപ്പീസ്മെന്റ്, സമാധാനപ്പെടുത്തൽ കേട്ടോ. അപ്പോൾ അതിന്റെ യൂസേജ് ഓർത്ത് വെച്ചുള്ള കൺസീലിയേഷൻ, അക്കോർഡ് അല്ലെങ്കിൽ അലീവിയേഷൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് മിറ്റിഗേഷൻ, കുറയ്ക്കൽ, മിറ്റിഗേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അലീവിയേഷൻ, മിറ്റിഗേഷൻ എന്നൊക്കെ പറയാം നമുക്ക്. ഡിക്രീസ് എന്നൊക്കെ പറയാം അപ്പീസ്മെന്റിന്.
ഒന്ന് അതിനെ ഒന്ന് കുറയ്ക്കുക, അപ്പീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമാണ്. സോ അതിന്റെ ഇതായിട്ട് വരുന്നത് എന്താ പറയുക, ആന്റണിംസ് ആയിട്ട് വരുന്ന വാക്കുകൾ ഇതാണ്. വാർ, ഒന്ന് കൺസീലിയേഷന്റെ ഓപ്പോസിറ്റ്, കോൺകോഡ് അല്ല, അക്കോർഡ് കോൺകോഡ് ഹാർമണി എന്ന് പറയുന്ന സാധനമാണ് അപ്പീസ്മെന്റ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വാർ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അതുപോലെ മറ്റേ നമുക്കൊരു കാര്യത്തിന് മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിക്രീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ അൺറെസ്റ്റ് എന്നൊക്കെ പറയാം. ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അപ്പീസ്മെന്റിന് ഡിഫറെന്റ് എന്താണ് പറയാ സിനോണിംസ് ഉണ്ട്, അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ആന്റണിംസ് ഉണ്ട്. ഓർത്ത് വെച്ചുള്ള ഒന്ന് കൺസീലിയേഷൻ അല്ലെങ്കിൽ അക്കോർഡ്, അതുപോലെ അലിവിയേഷൻ, മിറ്റിഗേഷൻ എന്നൊക്കെ പറയാം. അതേപോലെ ആന്റണിംസ് ആയിട്ട് പറയുന്നതാണ് വാർ, കോൺഫ്ലിക്റ്റ്, ഡിസ്കംഫർട്ട്, അതുപോലെ തന്നെ അൺറെസ്റ്റ്. അതിനൊക്കെയാണ് അപ്പീസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാം. ഓർത്ത് വെച്ചോണം കേട്ടോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ ഐ ഗെസ്. നോക്കട്ടെ. ഗുഡ് മോർണിംഗ് അമല. They stormed the rampart of the city. That's great. The teacher asked the students to catalog the features of elements. That's great. Okay, they stormed the rampart of the city. Okay, during the speech of PM in the rampart, he catalogued the achievements of his governance. Yes, the rampart of love made George Kutti saved his life. മെയ്ഡ് എന്ന് പറയുന്ന വേർബ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, മേക്ക് എന്ന വേർബ് കോസറ്റ് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും E3 ഫോർമുലേഷൻ കൊടുക്കരുത് കേട്ടോ പ്രവീണ. ഇവിടെ ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിച്ചോണേ. ദ റാംപാർട്ട് ഓഫ് ലവ് മെയ്ഡ് ബൈ ജോർജ് കുട്ടി സേവ് ഹിസ് ലൈഫ്. സേവ് വെറും സേവ് ബെയർ ഇൻഫിനിറ്റീവ് ഓർത്താൽ മതി. പക്ഷെ സംഭവം സെറ്റ് ശരിയായിരുന്നു, സേവ് ആക്കിയ സെറ്റാ. ഓക്കെ, റാണി രുദ്രമാദേവി എസ്റ്റാബ്ലിഷ് 7 ramparts to protect the country. That's great. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയേ, അൺഡിറ്റേർഡ്. ഡിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിലേ ചെയ്യുക, മാറ്റി വെക്കുക എന്നൊക്കെ അർത്ഥത്തില്ല, പോസ്റ്റ്പോൺ ചെയ്യുന്നൊക്കെയാണ്. അപ്പൊ അൺഡിറ്റേർഡ് എന്ന് ഒരു കുലുക്കം ഒരു തട്ടാത്ത, അത്രമാത്രം ഫേം ആയിട്ടുള്ള, എന്താ പറയുക, റിജിഡ് ആയിട്ടുള്ള, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, ഫിയർലെസ്, റെസല്യൂട്ട് എന്നൊക്കെ പറയാം. അൺഡിറ്റേർഡ് ഓർത്ത് വെച്ചോണേ. ഡിറ്റർ ചെയ്യുന്ന പറഞ്ഞാൽ മാറ്റം വരുത്തുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തില്ല. അപ്പോൾ അൺഡിറ്റേർഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. ഒന്ന് അർത്ഥം ഇതാണ്, റെസല്യൂട്ട് അല്ലെങ്കിൽ ഫിയർലെസ്, ഡിറ്റർമിൻഡ്, ഫേം എന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ. ഡിറ്റേർഡ് എന്ന് പറഞ്ഞാൽ റെസല്യൂട്ട് ആയിട്ടുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഫിയർലെസ് ആയിട്ടുള്ള എന്നൊക്കെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, അപ്പൊ അതിന്റെ എന്ത് പറയാം, ആന്റണിമായിട്ട് എന്ത് പറയാം നമുക്ക്? ടിമിഡ് അല്ലെങ്കിൽ വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വിൽ പവറോടുള്ള കാര്യമാണെങ്കിൽ അൺഡിറ്റേർഡ് ആണ് പറയാം. Like the undeterred support. I am honored by the undeterred support of you, your undeterred support എന്നൊക്കെ പറഞ്ഞാൽ മാറ്റം തട്ടാത്ത, ഫേം ആയിട്ട്, കുലുക്കം തട്ടാത്ത എന്നൊക്കെ പറയില്ലേ, റെസല്യൂട്ട് ആയിട്ടുള്ള. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉള്ള, ടിമിഡ് ആയിട്ടുള്ള, ആൻഷ്യസ് അല്ലെങ്കിൽ അപ്രിഹെൻസീവ്, നെർവസ് എന്നൊക്കെ പറയാം. അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ മാറ്റം ഒന്നും വരാതെ ഇങ്ങനെ എന്ത് വന്നാലും കുലുങ്ങാത്ത എന്നുള്ള അർത്ഥത്തിലാണ് അൺഡിറ്റേർഡ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കുമല്ലോ, ടിമിഡ് ആയിട്ടുള്ള, ഭയങ്കര നെർവസ് ആയിട്ടുള്ള, ആൻഷ്യസ് ആയിട്ടുള്ള, അപ്രിഹെൻസീവ് ആയിട്ടുള്ള, അല്ലെ പേടി തോന്നിക്കുന്ന, അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് അൺഡിറ്റേർഡ് ഓപ്പോസിറ്റ് പറയാം. ഓക്കെ, ഹിസ് അപ്പീസ്മെന്റ് ഡിഡ്ന്റ് ഹെൽപ്പ് ഹർ ടു കർബ് ഹർ ആങ്കർ. ദാറ്റ്സ് ഗ്രേറ്റ്. റിഫ്ലക്റ്റീവ് അടുത്ത്, റിഫ്ലക്റ്റീവ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും റിഫ്ലക്റ്റീവ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന എന്നാണ് റിഫ്ലക്റ്റീവിന്റെ അർത്ഥം. റിഫ്ലക്റ്റീവ് മീൻസ് തോട്ട്ഫുൾ ആണ്, കണ്ടംപ്ലേറ്റീവ് ആണ്, പോണ്ടറിങ്, ചിന്തിപ്പെടുത്തുന്നത്, നമ്മളെ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ അല്ലേ റിഫ്ലക്റ്റീവ്, അതിനെപ്പറ്റി ആലോചിച്ച് റിഫ്ലക്റ്റീവ്, അതിനാണ് അല്ലെ, അതിനെപ്പറ്റി നമ്മൾ, അതാണ് റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്, നമ്മൾ ചിന്തിപ്പിക്കുന്ന എന്നുള്ളതല്ല. അപ്പൊ ആന്റണിയുമായിട്ട് എന്ത് പറയും? അൺറിഫ്ലക്റ്റീവ്, ഒട്ടും ചിന്തിപ്പിക്കാത്ത, അല്ലെങ്കിൽ ഫ്രിവലസ് ആയിട്ടുള്ള, ഫ്ലിപ്പന്റ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആന്റണിംസ് ഓർത്ത് വെച്ചുള്ള ഫ്ലിപ്പന്റ്, ഫ്രിവലസ് എന്നൊക്കെ പറയാം. എന്നാ റിഫ്ലക്റ്റീവിന്റെ അഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് ഇതിന്റെ മീനിങ് ആയിട്ട് പറയുന്ന വാക്കുകൾ തോട്ട്ഫുൾ, കണ്ടംപ്ലേറ്റീവ്, പോണ്ടറിങ് എന്നൊക്കെ. കാര്യം നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യുക, പോണ്ടർ ചെയ്യുക മീനിങ് വരും, തിങ്ക് ചെയ്യാൻ മീനിങ് വരും. ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സിനോണിം ഇട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പോണ്ടർ ഇട്ടെന്ന് അതിൻ്റെ ഒരു വിശ്വാസം. യെസ്, പോണ്ടർ നമ്മൾ ഇട്ടു. മീനിങ് കണ്ടംപ്ലേറ്റ്, തിങ്ക് അല്ലേ, അതാണ് മീനിങ്. റിഫ്ലക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അതൊക്കെയാണ് നമ്മുടെ റിഫ്ലക്റ്റീവ് എന്നതിൻ്റെ മീനിങ് വരും. ഇതൊക്കെ അഡ്ജക്റ്റീവ് ആകുമ്പോൾ അതനുസരിച്ച് മീനിങ് ചേഞ്ച് ഓർത്ത് വെച്ചാൽ സെയിം സാധനം, സ്ട്രക്ചർ മാത്രമേ മാറുന്നുള്ളൂ എന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെച്ചണം. I heard that he's undeterred in coping with the abysmal situation and can anyone fill in the story. Okay. അപ്പം can anyone അത് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. anyway, all are requested to plant more trees in order to appease the abnormal rise in the earth temperature. All right, that's great. Bahubali is an undeterred person. Pinnalla. No one can stop him as he is an undeterred person. That's great. PM appeased the people in Manipur by his speech. That's great. George Kutti gave an undeterred support to his family. That's great. Accept. After seeing the outlay of eating
He is reflective about spending and decided to become parsimonious. That's great. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാലോ. നെക്സ്റ്റ് സെറ്റ്, ഡിസ്റ്റോർഷൻ. നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റോർട്ട് ചെയ്യുക എന്ന വാക്ക്. ഒരു കാര്യം ഡിസ്റ്റോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുക, അതിനെ അങ്ങ് കുളമാക്കുക, അതിനെ ഡിഫെയിം ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന വെർബ് കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ ഡിസ്റ്റോർഷൻ ഇസ് അതിൻ്റെ നൗണ്. ഡിസ്റ്റോർഷൻ നൗൺ ആണ്, ഡിസ്റ്റോർട്ട് ചെയ്യേഴ്സ് വേർബ് ആണ്. ഓർത്ത് വെച്ചാൽ ഡിസ്റ്റോർട്ട് വേർബ്, ഡിസ്റ്റോർഷൻ ഇസ് നൗൺ. ഡിസ്റ്റോർഷൻ്റെ അർത്ഥം എന്താ? മിസ്ഇൻറ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റ്, ഫോൾസിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ, ട്വിസ്റ്റ് അല്ലെങ്കിൽ ഫോൾസിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ഡിസ്റ്റോർഷൻ്റെ അർത്ഥം. ഡിസ്റ്റോർഷൻ ഓഫ് ട്രൂത്ത് ഒരുപാട് തവണ പറയും. ദിസ് ഇസ് പ്യുവർലി ദ ഡിസ്റ്റോർഷൻ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ, ഇതല്ല സത്യം എന്നൊക്കെ പറയും. ചില നമ്മൾ ഞാൻ പറയാം കോർട്ട് സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പറയാറില്ല. ഈ കോർട്ട് സീൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇറ്റ്സ് യുവർ ഓണർ ദിസ് ഇസ് പ്യുവർലി ഡിസ്റ്റോർഷൻ ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറയും. അതായത് സത്യത്തിനെ വളച്ചൊടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ പറയും. അതാണ് ഈ ഡിസ്റ്റോർഷൻ്റെ അർത്ഥം. അപ്പോൾ കോർട്ട് സീനിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സ് കിട്ടും കേട്ടോ, ഇങ്ങനത്തെ ഉള്ള വേർഡ്സ്. അതിൽ ഡിസ്റ്റോർഷൻ ഭയങ്കര കോമൺ ആയിട്ടൊരു എക്സ്പ്രഷനാണ്. അപ്പം മിസ്ഇൻറ്റർപ്രിട്ടേഷൻ, ട്വിസ്റ്റ്, ഫോൾസിഫിക്കേഷൻ എന്നൊക്കെ പറയും, വളച്ചൊടിക്കൽ. ദാറ്റ്സ് ഇറ്റ്. അപ്പം ആന്റണിം എന്ത് വരും? ക്ലാരിറ്റി, പെർഫെക്ഷൻ. പെർഫെക്ഷൻ ഇത് തന്നെ എന്നല്ല, ക്ലാരിറ്റി. അതിനാണ് നമ്മൾ ഡിസ്റ്റോർഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ആന്റണിംസ് ആയിട്ട് ഓർത്ത് വെച്ചോ. അടുത്തത് ഡിപ്ലോയ് ചെയ്യുക. നമ്മളിപ്പോൾ ഒന്ന് മിലിറ്ററിയിലുള്ള ആൾക്കാരൊക്കെ ഡിപ്ലോയ് ചെയ്യുക എന്ന് പറയാറുണ്ടല്ലേ, പൊസിഷൻ ചെയ്യുക, സ്റ്റേഷൻ ചെയ്യുക, ആർമിയൊക്കെ ഡിപ്ലോയ് ചെയ്യുക എന്നൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ. ഒരർത്ഥം ലിറ്ററലി ഡിപ്ലോയ്മെന്റ് ഓഫ് ആർമി എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ പൊസിഷൻ ചെയ്യുന്നു, സ്റ്റേഷൻ ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് സ്റ്റേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വാക്കാണ് ഡിപ്ലോയ് ചെയ്യുക. യു ക്യാൻ യൂസ് ദിസ്, ഇത് ഡിപ്ലോയ് ചെയ്തോ, ഇന്ന് ഉപയോഗിച്ചോ, യു ക്യാൻ എംപ്ലോയ് ദിസ്, നിനക്കിത് ഉപയോഗിക്കാം. എംപ്ലോയ് ചെയ്യുന്ന ഉപയോഗിക്കാം നമ്മൾ ഒരാളെ, അല്ലേ? നമുക്ക് ഒരാൾക്ക് നമ്മൾ ജോലി കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ അവരെ ഉപയോഗിക്കുകയാണ്. സോ സെയിം വേയിൽ യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നൊരർത്ഥം കൂടി ഡിപ്ലോയ് ഉണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയ്മെന്റ് ആണ് വേർബ് വരുന്നത്, അല്ലേ? വേർബ് വേർബ് അല്ല, നൗണ്. ഡിപ്ലോയ് വേർബ് ആണ്, അപ്പോൾ ഡിപ്ലോയ്മെന്റ് ആണ് അതിൻ്റെ നൗണ്. ഡിപ്ലോയ്മെന്റ്. ഓക്കെ. അപ്പോൾ ആന്റണിംസ് എന്ത് വരും? കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്അറേഞ്ച് ചെയ്യുക, അല്ലേ? നമ്മളൊരു കാര്യത്തിനെ എന്താ പറയുക, പൊസിഷൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റേഷൻ ചെയ്യാതെ അവരങ്ങനെ ഓർഡർ. നമുക്കറിയാം, ഒരു ആർമിയെ ഞാൻ പൊസിഷൻ ചെയ്യുക പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ആളെ ഇന്ന, ഇപ്പോൾ മണിപ്പൂർ ഇഷ്യൂ വന്നപ്പോൾ ആർമിയെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ എങ്ങനെ കൊണ്ടുവരും? ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് സ്റ്റേഷൻ ചെയ്യുക, മണിപ്പൂർ ഇന്ന ഏരിയത്തിൽ സ്റ്റേഷൻ ചെയ്യുക, നോർത്ത് ഈസ്റ്റിൽ ഇത്ര പേര്, അതേ സമയത്ത് ഫ്ലഡ് അഫക്റ്റഡ് ആയ ഇന്ന ഏരിയയിൽ ഇത്ര പേര്, അല്ലേ? ഡൽഹിയിലൊക്കെ ഫ്ലഡ് അഫക്ട് ചെയ്തപ്പോൾ ആർമിയെ ഇറക്കി, അപ്പോൾ ആർമിയെ പൊസിഷൻ ചെയ്യുമ്പോൾ ഇത്ര ആൾക്കാർ അവിടെ ചെയ്യും, അല്ലേ? അങ്ങനെയുള്ള അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഭയങ്കര അലൈൻ ചെയ്തിട്ട് നല്ല അറേഞ്ച്മെന്റ് എന്നൊക്കെ പക്കായിരിക്കും. അതാണ്. അപ്പോൾ നേരെ അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്അറേഞ്ച് ചെയ്യുക എന്നർത്ഥത്തിൽ വരും കേട്ടോ. പിന്നെ ഉള്ളത് ഡിസ്റ്റർബ് ചെയ്യുക, വിത്തോൾഡ് ചെയ്യുക, അല്ലെ? യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ വിത്തോൾഡ് ചെയ്യുക, പിടിച്ചു വെക്കുക, ഡിസ്റ്റർബ് ചെയ്യുക എന്നൊക്കെ അർത്ഥവും നമ്മുടെ ഡിപ്ലോയിഡ് ആന്റണിംസിൽ പെടുന്നതാണ് കേട്ടോ. അതൊന്നും ശ്രദ്ധിച്ചോളാം. അടുത്ത് കൺഫ്ലേറ്റ് ചെയ്യുക, വേർബ് ആണ് കൺഫ്ലേറ്റ്. അർത്ഥം ഇത്രേ ഉള്ളൂ, കൂട്ടിച്ചേർക്കുക, കമ്പൈൻ ചെയ്യുക, മിക്സ് ചെയ്യുക, ഫ്യൂസ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. കൺഫ്ലേറ്റ് എന്ന വേർബിന്റെ അർത്ഥം ഇതാണ്. കമ്പൈൻ ചെയ്യുക, മിക്സ് ചെയ്യുക, ഫ്യൂസ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുക എന്നൊക്കെയാണ് കൺഫ്ലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് കേട്ടോ, വേർബ്. ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചോണം, അതിന്റെ ആന്റണിം എന്തായിരിക്കും? ഉറപ്പായിട്ടും എന്തായിരിക്കും? സെപ്പറേറ്റ് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്യുക, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓർത്ത് വെച്ചോണം. കൺഫ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സെപ്പറേറ്റ്, ഡിവൈഡ്, ബ്രേക്ക് ഡൗൺ ഒക്കെ കേട്ടോ, മനസ്സിലുണ്ടായിരിക്കണേ. Yes, that was a reflective decision. That's great. And necessary appeasement is a need for this worst situation. Great. He's good in distorting the truth. Okay. His subjects are quizzical about the project and fraught with so many distortions. Could you please elucidate the minutiae in comprehension? That's great. Distorting the fact is a phase of the media. All right, that's great. Distortion of the murder case helped the culprit to escape. Great. During the speech by PM, he made a reflective point that he will flag off the next Independence Day in Red Fort. That's great. Don't hesitate to deploy the opportunity given by the institution. That's great. She conflated the ingredients for face mask. That's great. Okay, face mask ഉണ്ടാക്കാൻ പോവാണല്ലേ, അടിപൊളി. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സെറ്റ്. ലെറ്റ്സ് മൂവ്. നമുക്ക് താമസിപ്പിക്കേണ്ട അടുത്ത സെറ്റിലോട്ട് പോകാം. ഡോണ്ടിങ്. എന്താണ് ഡോണ്ടിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, ദിസ് സിറ്റുവേഷൻ ഇസ് ഡോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിമിഡേറ്റിംഗ്, പേടിപ്പെടുത്തുന്ന, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, അല്ലേ? ഡിസ്കറേജിങ്, നമ്മളെ പേടിപ്പെടുത്തി ബാക്ക് ഔട്ട് ചെയ്യാൻ നമ്മളെ ഒരു കാര്യം നമ്മളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം
daunting എന്ന് വിളിക്കാം. Intimidating, formidable, dispiriting, discouraging, dissuading എന്നൊക്കെ ഇതിൻ്റെ മീനിങ് ആണ്. Dissuading, discouraging, നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ഇതൊക്കെ ഇതിൻ്റെ മീനിങ്സ് ആണ്. ഓർത്ത് വെച്ചോണേ. ഡിസ്കറേജിങ്, ഡിസ്പേഡിങ്, ഡിസ്പെരിറ്റിംഗ്, ഫോമിഡബിൾ, ഇൻറ്റിമിഡേറ്റിംഗ് എന്നൊക്കെ ഡോണ്ടിങ് എന്ന അഡ്ജക്റ്റീവിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ആൻറ്റണിംസ് എന്തൊക്കെയാണ്? ഹാർട്ടനിങ് അല്ലെങ്കിൽ എൻകറേജ്. ഹാർട്ടനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുതരുന്ന, അതുപോലെ തന്നെ എൻകറേജിങ് ആയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതാണ് അല്ലേ. ഡോണ്ടിങ് നേരെ ഓപ്പോസിറ്റ്, നമ്മളെ പേടിപ്പെടുത്തിയിട്ട് നമ്മളെ ബാക്ക് ഔട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അതിനെയാണ് ഡോണ്ടിങ് എന്ന് പറയുക. ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള, ഫോമിഡബിൾ ആയിട്ടുള്ള, ഡിസ്പിരിറ്റിംഗ് ആയിട്ടുള്ള എന്നൊക്കെ പറയും അല്ലേ. ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്ത് നമ്മളെ കാണിക്കില്ല, അതാണ് ഡോണ്ടിങ്. ഡോണ്ട് ചെയ്യുക വേർബ് ഉണ്ട് കേട്ടോ. ഡോണ്ട് ചെയ്യുക വേർബ് ഉണ്ട്. ഓർത്തോ, ഇൻറ്റിമിഡേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പേടിപ്പിക്കുക എന്നുള്ളത്, ത്രട്ടൻ ചെയ്യുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഡോണ്ട് വേർബ് ഉണ്ട്, മറക്കേണ്ടത് ഞാനൊന്ന് എടുത്ത് പറഞ്ഞേക്കാം. ഡോണ്ട് ഒരു വേർബ് ഉണ്ട് നമുക്ക്, ഓഫ് കോഴ്സ് അല്ലേ. ഡോണ്ട് ഒരു വേർബ് ഉണ്ട് നമുക്ക്, നമ്മൾ പഠിച്ചിട്ട് കൊടുക്കുന്നത്. അഡ്ജക്റ്റീവ് ആണ് ഡോണ്ടിങ്. ഓക്കെ, കാരണം ആണെങ്കിലാണല്ലോ ING വരത്തുള്ളൂ, അതറിയാലോ. പിന്നെ അടുത്തത് അക്കൗണ്ടബിലിറ്റി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടബിലിറ്റി, ദിസ് അക്കൗണ്ട് ഫോർ എന്ന് പറയുമ്പോൾ ഇതിന് കാരണമാകുക എന്നുള്ള അർത്ഥത്തിലാണ് അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി. ഇപ്പൊ ഇതിനാരും അക്കൗണ്ടബിലിറ്റി ഇല്ലേ? ഹു ഈസ് അക്കൗണ്ടബിൾ ഫോർ ദിസ്? ഇത് ഇത് ഈ പരിപാടി ആരാ ചെയ്തത് അല്ലേ? ഇത് ആര് ചെയ്ത് വരുത്തി വെച്ച പരിപാടിയാണ് എന്നൊക്കെ ചോദിച്ച് നമ്മൾ കേൾക്കാറുള്ള ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. അക്കൗണ്ടബിൾ, ഐ എം അക്കൗണ്ടബിൾ ഫോർ ദിസ്, ഞാനാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയില്ലേ. അപ്പം അക്കൗണ്ടബിൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അക്കൗണ്ടബിലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, TY വാക്കുകൾ അല്ലേ. പോളിറ്റി, സിൻസിയറിറ്റി, അതുപോലെ തന്നെ TY വാക്കുകൾ കണ്ടല്ലേ നിങ്ങൾ ഓർത്താൽ, അമ്യൂണിറ്റി അല്ലേ, സിൻസിയറിറ്റി, എല്ലാ വാക്കുകളും TY വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. കൂടുതലും സഫിക്സ് ഇടുന്ന TY വാക്കുകൾ കണ്ടറിയാം. കാര്യം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് അക്കൗണ്ടബിൾ എന്ന അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കൂടെ TY ഇട്ട് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നൗണ് കിട്ടുക അല്ലേ. സോ അക്കൗണ്ടബിലിറ്റി സെയിം വേ. റെസ്പോൺസിബിലിറ്റി നോക്കിക്കേ, ലയബിലിറ്റി, ഇതൊക്കെ ഇതിന്റെ മീനിങ് ആണ്. ആൻസറബിലിറ്റി, ലയബിലിറ്റി, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഉത്തരവാദിത്വം ആരെടുത്തെടുക്കും എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? അൺഅക്കൗണ്ടബിലിറ്റി. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിക്ക് ഓപ്പോസിറ്റ് അൺഅക്കൗണ്ടബിലിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ മീനിങ്ങുകൾ വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. വേറെ ആന്റണിമസ് ആയിട്ടുള്ള വാക്കുകൾ ഇതൊക്കെയാണ്. ഇമ്മ്യൂണിറ്റി, അവർക്ക് മാത്രം ഒഴിവ്, നമ്മളൊരു കാര്യത്തിന് അവർക്ക് മാത്രം ഒഴിവ് കൊടുക്കും അല്ലേ. ഇമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ പേ ചെയ്യണ്ട അല്ലെ, ഇന്ന കാര്യം ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ ഒരാൾക്ക് ഇളവ് കൊടുക്കില്ലേ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ദിസ്, ഇറ്റ്സ് യുവർ ലയബിലിറ്റി, യു ആർ ആൻസറബിൾ ടു ദിസ് എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇമ്മ്യൂണിറ്റി, എക്സംഷൻ. നിങ്ങൾക്ക് മാത്രം ഇവിടെ ഒഴിവ്, ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എക്സംഷൻ, അതാണ് ഓർത്ത് വെച്ചോ. അൺഅക്കൗണ്ടബിലിറ്റി, ഇമ്മ്യൂണിറ്റി, എക്സെപ്ഷനും കറക്റ്റാ. അതെന്തിനാണ്? അക്കൗണ്ടബിലിറ്റിയുടെ ഓപ്പോസിറ്റ്സ് ആണ്, ആന്റണിംസ് ആണ്. മറക്കണ്ട, ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, അടുത്തത് സ്കെപ്റ്റിസിസം. അറിയാലോ, ഇഫ് യു ആർ സ്കെപ്റ്റിക്കൽ അബൌട്ട് സംതിങ് ദാറ്റ് മീൻസ് യു ആർ സംശയിക്കൽ അല്ലെ, നിങ്ങൾക്ക് അതിനോട് വലിയ ഉറപ്പില്ല. അപ്പൊ യു ആർ റിയലി ഡൗട്ടിങ് സംതിങ്, അതിനാണ് നമ്മൾ എന്താ പറയുക, സ്കെപ്റ്റിക്കൽ എന്ന് പറയാം. സ്കെപ്റ്റിക്കൽ അബൌട്ട് സംതിങ്, സ്കെപ്റ്റിക്കൽ ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. സ്കെപ്റ്റിസിസം, ഇസം വാക്കുകൾ നിങ്ങൾക്കറിയാം, ഒരു ഐഡിയോളജി. നമ്മുടെ ഒരു ഐഡിയോളജിയാണ് നമ്മൾ ഇസം പറയാം. ഫെമിനിസം, സോഷ്യലിസം, സെക്യുലറിസം അല്ലെ, എന്ത് ഇസം നോക്കിയാലും നിങ്ങൾക്കറിയാം ഇസംസ് എല്ലാം തന്നെ എന്തായിരിക്കും, ഒരു നൗണാണ് ആൻഡ് അതൊരു ഐഡിയോളജി പറയുന്നതാണ്. ഓക്കെ, ഫെഡറലിസം അല്ലെ, കമ്മ്യൂണലിസം അല്ലെ, കമ്മ്യൂണലിസം, ഫെഡറലിസം, എല്ലാ ഇസം നോക്കിയേ എന്താണ്, ഐഡിയോളജിയാണ്, പ്രൊപ്പഗാൻഡ ആണ്, നമ്മുടെ പ്രത്യയശാസ്ത്രങ്ങൾക്കാണ് നമ്മൾ എന്താ പറയുക, ഇസംസ് പറയാം ആണല്ലോ, നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ഐഡിയോളജീസിന്. സോ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൗൺ ആണ്, അത് ഓർത്ത് വെച്ചോളാം. ഡൗട്ട്, ഒരു കാര്യം നമുക്ക് വിശ്വാസമില്ല, അവിശ്വാസം, അതിനെയാണ് സ്കെപ്റ്റിസിസം. ഡിസ്ബിലീഫ്, ഡിസ്ട്രസ്റ്റ്, സസ്പീഷൻ, അതിനെ നമുക്ക് വിളിക്കാം സ്കെപ്റ്റിസിസം. ആന്റണിം എന്തായിരിക്കും? കൺവിക്ഷൻ, വിശ്വാസം. ബിലീഫ്, അക്കോർഡിംഗ് ടു മൈ കൺവിക്ഷൻ, എൻ്റെ ഒരു കൺവിക്ഷൻ അനുസരിച്ച്, കൺവിക്ഷൻ, ബിലീഫ്, ഫെയ്ത്ത്, അതൊക്കെയാണ് നമ്മൾ എന്തിൽ പറയാം, സ്കെപ്റ്റിസിസത്തിന് ഓപ്പോസിറ്റ് പറയാം. ഓക്കെ, ആന്റണിംസ് കൺവിക്ഷൻ, ബിലീഫ്, ഫെയ്ത്ത് എന്നൊക്കെ പറയാം, ഓർത്ത് വെച്ചോ. ദാറ്റ്സ് ഇറ്റ്. Let me read your sentences കേട്ടോ. He made my many distortion. അതിൽ many കഴിഞ്ഞ് plural noun കൊടുക്കുക, distortions എന്ന് കൊടുക്കുക കേട്ടോ. Distortions in his speech to attract people. He made many distortions. S വേണം. സോഷ്യൽ മീഡിയ കൺഫ്ലേറ്റ്സ് ഇല്ല, സോഷ്യൽ മീഡിയ പ്ലൂറൽ അല്ലേ പ്രവീണ, അപ്പോൾ കൺഫ്ലേറ്റ് കൊടുക്കുക. ട്രൂത്ത് വിത്ത് മിത്ത്. യെസ്, he is instigated to deploy his personal in a hasty manner because the excessive condemns അല്ലടാ, contempt, CONDEMT
കണ്ടംപ്റ്റിന്റെ സ്പെല്ലിംഗ് ഇതാണ് CONTEMPT contempt PT from contempt from the ഇതിപ്പോ നൗണ അപ്പൊ ഇതിപ്പോ വേർബ നൗണ നിനക്ക് വേണ്ടത് കേട്ടോ വിനുവേ the opponent outrighted the self pacification. Okay. A dishonest merchant decreased the quantity, also increased the price of products. Okay, fine. I had a daunting dream yesterday. Okay, great. Daunting memories in the ghost house is accountable for her psychological problems. Okay. In their articles, the journalists sometimes distort the truth. Okay. അതങ്ങനെ വേണമല്ലോ കുറച്ച് കളർ കൊടുക്കുക വേണ്ടിയിട്ട്. The central government began to conflate central education system and state education system in all states as a part of central education policy, national education policy, NEP. You are under the cloud because we smell a suspicion that you pretend to be someone else. Great. Some daunting situations may become traumatic. Yes, of course. In the view of Rindumus, I am more likely to be suspicious than the others. എടാ പോടാ അങ്ങനൊന്നുമില്ല ചുമ്മാ വിനുവേ വെറുതെ പറയല്ലെന്ന് അങ്ങനൊന്നും പറയലടാ. Each of us have accountability towards this failure. He daunted me just before my presentation that reduced my alacrity. That's great. The press meet cleared the skepticisms against the skepticism അത്രേ പ്ലൂറൽ ഇല്ല ഇസം വാക്കുകൾ നമ്മൾ പ്ലൂറൽ കൊടുക്കാറില്ല uncountable noun ആണ് against allegations. No one has accountability to follow the law. That's great. They are fully accountable for what they did. That's great. After watching the movie The Mirror, I got daunted. Mirror കൊള്ളാം. Don't be skeptical towards all the matters under the sun. That's great. അല്ലേ പക്ഷെ നമുക്ക് ചില സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അവിശ്വസനീയമായ കുറെ കാര്യങ്ങൾ കാണും. ഇറ്റ്സ് അൺബിലീവബിൾ അല്ലേ പ്രവീണ ചില സമയം. The prospect of meeting the BIS is quite daunting. All right. Truly they lead heinous crimes. വിനുവേ എയിം ഹൈനസും ഇല്ല. എയിം ഹൈനസും കൊടുക്കാം പക്ഷെ ക്രൈംസ് എന്ന് പറയുന്ന പ്ലൂറൽ നൗണ്ടോട് ഒരിക്കലും നമ്മൾ എ കൊടുക്കില്ല. എയോ ആനോ നമ്മൾ സിംഗുലർ ആയ കൗണ്ടബിൾ നൗണ്ടോട് കൊടുക്കണം. അപ്പം എന്നെ കൊടുക്കണം ട്രൂലി they lead a heinous crime, impeccable and അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് ലീഡ് ചെയ്തു? they led something ഇന്നതിനെ ഒരു ക്രൈമിനെ ലെഡ് ചെയ്തു, ഇമ്പക്കബിൾ ആയിട്ട് ലീഡ് ചെയ്തു എന്ന് പറയില്ല. അപ്പം ഇങ്ങനെ കൊടുക്കണം they led a heinous crime in an impeccable way and paved the way for അങ്ങനെ കൊടുക്കണം കേട്ടോ. paved the way അവിടെയും ഓർക്കണം ക്രിയേറ്റിംഗ് സെപ്പറേറ്റേഴ്സ് അത് കൊള്ളാം കുഴപ്പമില്ല. പക്ഷേ ഓർക്കണം ഇൻ ആൻ ഇംപെക്കബിൾ വേ എന്ന് കൊടുത്താലേ കറക്റ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവും കേട്ടോ. For creating separatism by imposing their proverbs of religion over the neutrals. Okay. Yes. Deployment of soldiers on the outskirts. It's necessary to protect the country from invaders. That's great. It was our accountability to give good results in the exam. Yeah. He's always skeptical about others' work because he's a pedantic വേണ്ട pedant ആണ് വിനുവേ pedantic വേണ്ട pedant ആണ് a person who is ഇന്നത് എന്ന് പറയുന്നത്. he's a pedant കൊടുത്താൽ മതി. that's why pedantic പറയില്ല. tick is not the right pedant എന്നാണ് noun. Winning of him in election daunts everyone. That's great. അല്ല വെറുതെ അഡ്വേർബ് കൊടുത്താൽ ശരിയാവും. അഡ്വേർബ് കൊടുത്തു ഇമ്പെക്കബിളി കൊടുത്തു അത് കറക്റ്റാണ്. അഡ്വേർബ് കൊടുത്ത സെറ്റാ നീ ഇങ്ങനെ കൊടുത്താൽ മതി. ട്രൂലി they led a heinous crime impeccably. കറക്റ്റാ. അഡ്വേർബ് കൊടുത്ത സെറ്റാ. അതിന് പകരമാണല്ലോ നമ്മൾ ഇൻ കോൺസേർട്ട് എന്ന് പറഞ്ഞ ജോയിൻലി എന്ന് പറഞ്ഞ അഡ്വേർബിന് പകരം കൊടുക്കുന്ന സാധനമാണ്. അഡ്ജക്റ്റീവിൻ്റെ കൂടെ അല്ല നൗണും ഇൻ പ്രൊപ്പോസിഷനും നൗണോട് ഒരുമിച്ച് കൊടുക്കുന്ന സാധനം അങ്ങനെയത്. അപ്പം അതേപോലെ നീ കൊടുത്താൽ മതി സെറ്റാവും. ഇമ്പെക്കബിളി ഈസ് കറക്റ്റ്. ഓക്കെ. അടുത്ത സെറ്റിലോട്ട് പോകാം. അസെന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അസെന്റ് എന്ന് പറയുന്ന വാക്ക് ഇസ് എ നൗൺ ഓൺലി. വേർബ് ഫോർമുലേഷൻ ഇതിലുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. നമുക്കറിയാലേ അസെന്റ് ചെയ്യാം. ASCEND ആവുമ്പോൾ അത് വേർബായി. ഡി ആവുമ്പോൾ സെയിം സാധനമാണ് ഡിസെൻറ്റിനും. ഡിസെൻറ്റിന് DESCEND ഡി ഇട്ടിട്ടുണ്ടെങ്കിൽ വേർബ് ആവും. ഞാനിത് പഠിപ്പിച്ചിട്ടുള്ളതാണേ ഓർത്തോണം. അസെന്റ് ഡിസെൻറ്റ് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ. വെർബ് വരണമെങ്കിൽ ഡിസെൻഡിൽ ഡി വേണം, അസെൻഡിനും ഡി വേണം. അതേസമയത്ത് അസെൻഡിന്റെ അർത്ഥം എന്നാ? ക്ലൈംബ്, കോൺക്വസ്റ്റ് അല്ലേ, റൈസ്, ലെവിറ്റേഷൻ, ലീപ്പ്, കുതിച്ചു ഉയർച്ച. അതിനെയാണ് നമ്മൾ എന്താ പറയുക അസെൻഡ് എന്ന് പറയുക. റൈസ് അത് ഉയർച്ച കേട്ടോ, അത് ഓർത്ത് വെച്ചാൽ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? താഴ്ച, ഡ്രോപ്പ്, ഫോൾ അല്ലെങ്കിൽ ഡിസെൻറ്റ്, DSCENT എന്നുള്ളത് മറക്കണ്ട. ഓക്കെ. ഡിസെൻഡ് ചെയ്യുക, അസെൻഡ് ചെയ്യുക അത് അതിന്റെ അനോണിമസ് തന്നെയാണ്, വേർബ് ഫോർമുലേഷൻ ആണെന്ന് മാത്രം.
അടുത്ത കമ്പൈൽ ചെയ്യുക. അറിയാലോ, ഡിക്ഷണറി ഒക്കെ കമ്പൈൽ ചെയ്യാന്നൊക്കെ പറയില്ല നമ്മൾ. കമ്പൈൽ ചെയ്യുക എന്നുള്ള വാക്ക് ഭയങ്കര കോമൺ എക്സ്പ്രഷൻ ആണ്. കമ്പൈലേഷനും കേട്ടുണ്ടായിരിക്കുമല്ലോ. കമ്പൈലേഷൻ എന്ന് പറയുന്ന നൗണാണ്. കമ്പൈൽ ചെയ്യുക വേർബാണ്. ഓർത്ത് വെച്ചോളൂ. കമ്പൈൽ ചെയ്യുക മീൻസ് അസംബിൾ ചെയ്യുക, പുട്ട് ടുഗെദർ, മേക്ക് അപ്പ്, അറേഞ്ച് എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ ആന്റണിം എന്താ? ഡിസ്അറേഞ്ച് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡിവൈഡ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പലർക്കും വിതരണം ചെയ്ത് കൊടുക്കുക അല്ലെ, ഒരുമിച്ച് ഒരിടത്ത് ഇരിക്കുമല്ല, ഒരുമിച്ച് ഒരിടത്തോട്ട് കൂട്ടിച്ചേർക്കുന്നതിനെയാണ് കമ്പൈൽ ചെയ്യുക പറയാം. അത് നമ്മൾ അസംബിൾ ചെയ്യുന്നു, പുട്ട് ടുഗെദർ, മേക്ക് അപ്പ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക, അതിനെയാണ് കമ്പൈൻ ചെയ്യുക. അതൊക്കെയാണ് കമ്പൈൽ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എസ്പെഷ്യലി ക്യാൻ യു ഹെൽപ്പ് മീ ടു കമ്പൈൽ എ ഡിക്ഷണറി. ഡിക്ഷണറി ഒക്കെ നമ്മൾ കമ്പൈൽ ചെയ്യുക, പലയിടത്തും പല സാധനങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുന്നതാണ് കമ്പൈലേഷൻ. ഡിക്ഷണറി എപ്പോഴും ഒരു കമ്പൈലേഷൻ. സെയിം ഗോസ് വിത്ത് ദ എൻസൈക്ലോപീഡിയ. പല ഇൻഫോർമേഷൻ പലയിടത്തും കൂടെ കൂടി ചേർന്ന് വരുന്ന ഒരു സാധനമാണ് എൻസൈക്ലോപീഡിയ. സെയിം സാധനമാണ് ഡിക്ഷണറി. ഓർത്ത് വെച്ചോളാം. സോ കമ്പൈലേഷൻ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡിസ്അറേഞ്ച് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഡിസ്പേഴ്സ് ചെയ്യുക എന്നൊക്കെ അതിന്റെ ആന്റണിംസ് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ഡിസ്കൺസേർട്ടിംഗ്ലി. അഡ്ജക്റ്റീവ് ആണ് ഡിസ്കൺസേർട്ടിംഗ്. എൽവൈ ഇടുമ്പോൾ അഡ്വർബായി. ഡിസ്കൺസേർട്ടിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റർബിംഗ്ലി അല്ലെ, എംബാരസിംഗ്ലി അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത, അൺനെർവിംഗ്ലി, എംബാരസിംഗ്ലി, അൺകംഫർട്ടബിളി, ഡിസ്റ്റർബിംഗ്ലി, പെർട്ടർബിംഗ്ലി എന്നൊക്കെ അർത്ഥമുണ്ട് ഡിസ്കൺസേർട്ടിംഗ്ലി. അപ്പം അതിന്റെ ആന്റണിം എന്തായിരിക്കും? കൺവീനിയന്റ്ലി. ഒട്ടും കൺവീനിയന്റ് അല്ലാത്ത, ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള അവസ്ഥയ്ക്കാണ് ഡിസ്കൺസേർട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ അതായത് ഇൻകൺവീനിയന്റ്ലി എന്ന അർത്ഥത്തില്. അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ കൺവീനിയന്റ്ലി പറയാം. എൽവൈ വാക്കാണ്, അപ്പൊ തന്നെ അഡ്വർബ് ആണെന്നുള്ള കാര്യം മറക്കണ്ട. പിന്നെ അഗ്രിയബിളി അല്ലെ, നമ്മളോട് അഗ്രി ചെയ്യുന്ന ഒരു കാര്യം, അഗ്രി ചെയ്യുന്ന രീതി അഡ്വർബ് ആണ്. അതാണ് ഞാൻ എൽവൈ വാക്ക് എടുത്ത് പറയുന്നത്. അഡ്ജക്റ്റീവിന്റെ എൽവൈ ഇട്ട് കൊടുക്കുക. അഗ്രിയബിളി അതുപോലെ കൺവീനിയന്റ്ലി എന്നൊക്കെയുള്ളതാണ് ആന്റണിംസ്. അതിന്റെ ഡിസ്കൺസേർട്ടിംഗ്ലിയുടെ ആന്റണിംസ്. എംബാരസിംഗ്ലി, അൺകംഫർട്ടബിളി അതുപോലെ ഉള്ള വാക്കുകളാണ് അതിന്റെ എന്താ പറയാ സിനണമായിട്ട് വരാം. ഡിസ്കൺസേർട്ടിംഗ്ലിയുടെ ഡിസ്കൺസേർട്ടിംഗ് അഡ്ജക്റ്റീവ് ആണ്. ഡിസ്കൺസേർട്ടിംഗ്ലി അഡ്ജക്റ്റീവിനോട് എൽവൈ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്വേർബ് കിട്ടും. പിന്നെ ആന്റണിം എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ സെയിം സാധനം നോക്കിയാൽ മതി. അൺനെർവിംഗ്ലി ആകുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമുള്ള ഒരു കാര്യത്തിന്റെ അല്ലെ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അൺനെർവിംഗ്ലി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കൺവീനിയന്റ്ലി. കുഴപ്പമില്ല, സംഭവം സെറ്റാണ്, നമുക്ക് അതിനോട് കൺവീനിയന്റ് ആയിട്ടുള്ള സാധനമാണ്, നമുക്ക് ഓക്കെ ആണ്. അപ്പം ഓക്കെ, അതാണ് കൺവീനിയന്റ് അല്ലേ. അപ്പൊ അഗ്രിയബിളി എന്നുള്ള അർത്ഥമാണ് അതിന്റെ ആന്റണിം, മറക്കണ്ട. ഓൾറൈറ്റ്. My mother have expressed skepticism about my fantastic cooking. അല്ല, ഹവമോളെ ശ്രദ്ധിക്കണേ, ഹാവ് അല്ല, മദർ എന്ന് പറഞ്ഞ സിംഗുലർ ആണ്, അപ്പൊ ഹാസ് കൊടുക്കുക കേട്ടോ, ഓർക്കുക. അല്ലാതെ കറക്റ്റാ. Doesn't clearly manifest the ascent of the base price of rudimentary stuffs in line with the descending of imports. That's great. The governance by the government created a skepticism among a skepticism അല്ല, ആ ഡൗട്ട് എന്ന് നമ്മൾ പറയും. പക്ഷെ സ്കെപ്റ്റിസിസം, ഇസം വാക്കുകൾക്ക് ഒരിക്കലും നമ്മൾ അൺകൗണ്ടബിൾ ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇസംസ് ഒന്നും ഇട്ട് കൊടുക്കില്ല, അതുപോലെ എ ഇട്ട് കൊടുക്കില്ല. അതുകൊണ്ട് എ ഞാൻ കട്ട് ചെയ്തതാണ്. ആദ്യം എ കട്ട് ചെയ്യുക, ഒരു ഇസം വാക്കുകളുടെ കൂടെ നമ്മൾ എ ഇട്ട് കൊടുക്കില്ല. സ്കെപ്റ്റിസിസംസ് വേണ്ട, സ്കെപ്റ്റിസിസം പ്ലൂറലും ഇല്ല, എയും ഇല്ല, അൺകൗണ്ടബിൾ. അതെ, ദേ ആർ അൺകൗണ്ടബിൾ. സോ ഇങ്ങനെ കൊടുത്താൽ മതി. സ്കെപ്റ്റിസിസം അമംഗ് പീപ്പിൾ അബൌട്ട് ദർ ഗവർണൻസ് കൊടുത്താൽ മതി. സംടൈംസ് വി ഫീൽ ദാറ്റ് ട്രൂത്ത് ഇസ് ഡിസ്കൺസേർട്ടിങ്. സത്യം നമ്മൾ പറയില്ലേ, എന്താ സത്യത്തിന് മുഖം വികൃതമാണെന്ന്, സത്യമാണ് അത് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ Clerk was ordered to compile all the files before evening. That's great. You need an eagle eye view for amalgamating the various works of a paramount artist. എടാ കണ്ടോ, എ കഴിഞ്ഞിട്ട് പിന്നെ നീ പ്ലൂറിൽ കൊടുക്കും. എന്നാ പറ്റിയത് വിനുവേ? ഇന്നിപ്പോൾ രണ്ടാമത്തേതാണ് അല്ലേ. ചമ്മോണൻ 1, ചമ്മോണൻ 2, ചമ്മോണ ശ്രദ്ധിച്ചോണം. പാരമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ, അതിന് മുമ്പിൽ എ ഇട്ട് കൊടുക്കുന്നതും ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന വർക്ക്സ് പ്ലൂറിലാണ് പണിവാളി അല്ലേ, ഓർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പ്ലൂറിലാണെങ്കിൽ പണിവാളി. കാരണം വെച്ചാൽ സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗണ്ട് കൂടെ മാത്രമേ നമ്മൾ എയോ ആനോ ഇട്ട് കൊടുക്കുള്ളൂ. എയുടെ അർത്ഥം 1, ആൻ്റെ അർത്ഥം 1. ഓർത്ത് വെച്ചോണേ വിനുവേ. ഓക്കെ, അത് പിന്നെ and ensure that you didn't disarrange anything. Okay, fine. There was an ascent in the production of masks during the pandemic. Yes, ആണോ എന്ന് അല്ലേ. പിന്നെ മാസ്കിന്റെ ഒരു തരംഗമായിരുന്നു. ഡ്രസ്സ് മേടിക്കുമ്പോൾ ആ ഡ്രസ്സിന് ചേരുന്ന മാസ്ക് കൊടുക്കുന്ന ഓൺലൈൻ ഷോപ്പിംഗ് കണ്ട ഓർമ്മയില്ലേ. Prince ascended the throne after king's death. That's great. She's compiling a lot of books for setting up a library. Good for you. It was gratis when we heard disconcerting news from Manipur. Yeah, that's it. അപ്പോൾ സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ. മനസ്സിലാക്കി തംസപ്പ് ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ഇട്ട് പിള്ളേരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാം കേട്ടോ. ദിസ് ഇസ് ദ ലാസ്റ്റ് സെറ്റ്. ദ ലാസ്റ്റ് സെറ്റ് പിടിച്ചോ. പാൽപ്പബിൾ. കഴിഞ്ഞ എക്സാമിനും ഈ ഇടയ്ക്ക് വന്നതാണ് പാൽപ്പബിൾ എന്നൊരു വാക്ക്. എന്തെങ്കിലും ഒരു പാൽപ്പബിൾ ആണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് പെർസെപ്റ്റബിൾ ആണ്, മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്, നോട്ടീസബിൾ ആണ്, അത് എവിഡൻ്റ് ആണ്, കാണത്തൊക്കെ ഉണ്ട്. അതായത് കാണാൻ പറ്റാത്തൊരു സാധനം ഒന്നല്ല, പാൽപ്പബിൾ. ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയും പാൽപ്പബിലിറ്റി എന്ന് പറയും. ആ അവസ്ഥയ്ക്ക് നൗണായിട്ട് നമ്മൾ പറയുന്ന വാക്ക് പാൽപ്പബിലിറ്റി ആണ്. അപ്പോൾ പാൽപ്പബിലിറ്റി എന്ന TY വാക്ക് ഞാൻ പറഞ്ഞല്ലോ നൗണാന്ന്. യെസ്,
പാൽപ്പബിലിറ്റി noun ആണ്. സെൻസിബിലിറ്റി, പാൽപ്പബിലിറ്റി അല്ലെ ആ വാക്ക്. പെർസെപ്റ്റിബിൾ എന്നുള്ളത് നോട്ടീസിബിൾ, ടാഞ്ചിബിൾ എന്നൊക്കെയാണ്. തൊടാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന, നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന, പെർസെപ്റ്റിബിൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെ, കാണാനോ കേൾക്കാനോ എന്തെങ്കിലും സെൻസ് മനസ്സിലാവുന്നത് സെൻസിബിൾ ആയിട്ട് സാധനം, അതിനാണ് പാൽപ്പബിൾ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? ഇംപെർസെപ്റ്റിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ. അതാണ് നമ്മൾ പാൽപ്പബിൾ. ഇംപാൽപ്പബിൾ ഉണ്ട് കേട്ടോ. ഇംപാൽപ്പബിൾ സെയിം മീനിങ് ഉണ്ട്, ഇംപാൽപ്പബിൾ ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇംപാൽപ്പബിൾ. അതുപോലെ തന്നെ ഇന്നാണോ ഇമ്മാണോ നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇമ്മാണെന്നാണ് തോന്നുന്നത്. ഇംപാൽപ്പബിൾ ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ഇറ്റ് ഈസ് ഇംപാൽപ്പബിൾ. ഓർത്ത് വെച്ചോളാം, ഇംപാൽപ്പബിൾ എന്നൊരു വാക്കുണ്ട്. അത് തന്നെ അതിൻ്റെ ആന്റണിമായിട്ട് പറയാം, ഇംപാൽപ്പബിൾ. അല്ല വേണ്ട, ഞാനത് എഴുതി തരാം. ഇംപാൽപ്പബിൾ ഓർത്ത് വെച്ചോളാം. പാൽപ്പബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ഇംപാൽപ്പബിൾ, ഇംപെർസെപ്റ്റിബിൾ, ഇൻടാഞ്ചിബിൾ എന്നൊക്കെ പറയാം. ഓക്കെ, പെർസെപ്റ്റിബിൾ ആയി ടച്ച് ചെയ്യാൻ പറ്റുന്ന, നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന അല്ലെ, നമുക്കത് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന, കേൾക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറ്റുന്ന, അതിനാണ് കേട്ടോ നമ്മൾ പാൽപ്പബിൾ എന്ന് പറയാം. വേറൊന്നുമല്ല, അതാണ് പാൽപ്പബിൾ എന്ന് പറയാം. ഓർത്ത് വെച്ചോണം. സെറ്റ് ആണല്ലോ. അടുത്ത് നോക്കിയാൽ അവൗഡ്. അവൗഡ് എന്ന് പറഞ്ഞാൽ അസേർട്ടഡ് ആയിട്ടുള്ള, സ്റ്റേറ്റഡ് ആയിട്ടുള്ള, അഡ്മിറ്റഡ് ആയിട്ടുള്ള. ഓർത്ത് വെച്ചോണേ, നമ്മൾ വേവ് ചെയ്യാന്ന് വെച്ചാൽ പ്രോമിസ് ചെയ്യുക, അസേർട്ട് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യാം അല്ലെ. നമ്മൾ ഒരു കാര്യം വാവ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതിന്റെ വാവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോമിസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അല്ലേ, എന്നെ ഉയരണ്ണനക്ക് അല്ലെ, നുടലണ്ണനക്ക് ആ സാധനം ഓത്ത്, അതാണ് വേവ് ചെയ്യാന്നുള്ള വേർബ് ആൻഡ് നൗൺ ആയിട്ടുള്ള വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ അവൗഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസേർട്ടഡ് ആണ്, സ്റ്റേറ്റഡ് ആണ്, അഡ്മിറ്റഡ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരും ഡിനൈഡ്. അതിന് നേരെ എതിർക്കുക, നമ്മൾ റിജക്ട് ചെയ്യുക. റിജക്റ്റഡ് ആയിട്ടുള്ള സാധനം, ഡിനൈഡ് ആയിട്ടുള്ള സംഭവം, ഡിസ്ക്ലെയിംഡ് ആയിട്ടുള്ള സംഭവം, അതിനെയാണ് നമുക്ക് അവൗഡിന്റെ ഓപ്പോസിറ്റ് പറയാം കേട്ടോ. അവൗഡ് നമ്മൾ വാവ് ചെയ്തത്, അസേർട്ട് ചെയ്തത്, അസേർട്ടഡ്, സ്റ്റേറ്റഡ്, അഡ്മിറ്റഡ് എന്ന് പറയാം. V3 ഫോർമുലേഷൻ ആണ്. അപ്പോൾ അതിന്റെ ആന്റണിം ആണ് ഡിനൈഡ്, റിജക്റ്റഡ്, ഡിസ്ക്ലെയിംഡ് എന്ന് നമുക്ക് പറയാം. ഓർത്ത് വെച്ചോ. അടുത്തത് അൺമൂർഡ്. അൺമൂറിയ. അൺമൂറിയ എന്ന് പറയുന്ന സാധനം തന്നെ എന്താ അർത്ഥം? ഫ്രീ ആക്കി വിടുക തന്നെ. മൂറിയ കെട്ടിയിടുക, ആങ്കർ ചെയ്യുക, കെട്ടിയിടുക, അതാണ്. അപ്പം അൺമൂർഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മളൊരു കാര്യത്തിനെ കെട്ടിയിട്ട് വെക്കുന്നതിനെയാണ് ഇപ്പം നമ്മൾ ആങ്കർ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, കെട്ടിയിടുക എന്ന് പറയും. സോ ആങ്കേർഡ് എന്നുള്ള അർത്ഥത്തിൽ, കൺട്രോൾഡ്, റിസ്ട്രെയിൻഡ്, കൺസ്ട്രെയിൻഡ് എന്നൊക്കെ അതിൻ്റെ മൂർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ അൺമൂർഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഓർത്ത് വെച്ചാൽ മതി, ലിബറേറ്റഡ്. അതാണ് നമുക്ക് ചില പ്രിഫിക്സുകൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് പ്രിഫിക്സ് ആണ് അൺമൂർഡ്. അൺ എന്നുള്ളത് എപ്പോഴും പ്രിഫിക്സിലാണ്, നെഗറ്റീവ് പ്രിഫിക്സ് പെടുന്ന അല്ലേ. അപ്പോൾ അൺഹാപ്പി എന്നൊക്കെ പറയുന്ന പോലെ. സോ ഓർത്ത് വെച്ചാൽ മതി, അൺമൂർഡ് എന്ന് പറഞ്ഞാൽ ലിബറേറ്റഡ്, ഫ്രീ ആക്കി വിട്ടത്. എമാൻസിപ്പേറ്റഡ്, അൺബൗണ്ട്. പ്രത്യേകിച്ച് ആരോടും ഒരു ബാധ്യതയില്ല, അൺബൗണ്ട് ആണ് അല്ലെ. ബൗണ്ട് ടു സംതിങ് അല്ല, അൺബൗണ്ട് ടു സംതിങ്, അതാണ്. അപ്പോൾ അൺമൂർഡ് എന്ന് പറഞ്ഞാൽ ലിബറേറ്റഡ്, എമാൻസിപ്പേറ്റഡ്, അൺബൗണ്ട് എന്നൊക്കെ നമുക്ക് പറയാം സിനോണിമായിട്ട്. ഓപ്പോസിറ്റ് ആയിട്ട് എന്ന് പറയാം, കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള, റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആങ്കേർഡ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം. അതാണ് അഡ്ജക്റ്റീവിന്റെ ആന്റണിം ഫോർമുലേഷൻ. ഓർത്ത് വെച്ചോണം. ക്ലിയർ ആണല്ലോ. ഇതാണ് ആന്റണിം ഫോർമുലേഷൻ. നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ലെറ്റ് മീ സീ. Please make sure that you don't speak disconcertingly because compiling family is tedious. Endale satyam. Compiling your ideas is important step before writing something. That's great. The economic loss after the flood in North India was palpable. Yes. Some people shower sweet palpable words with impalpable anger. Chala alkar anganeya. Kemammaranu alle. His palpable speech made awareness among people about the current economic condition of the country. That's great. India was unmoved from British in 1947. Okay, that's great. Liberated. That's great. Clear? കെട്ടിയിടുന്ന എന്നാണ് മൂർ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം. കെട്ടിയിടുന്നതാണ് മൂർഡ്. അപ്പൊ അൺമൂർഡ് നേരെ ഓപ്പോസിറ്റ്. സെയിം സാധനം കത്തി എന്ന് വിചാരിക്കണം. സോ ദിസ് ഇസ് ഇറ്റ്. ഓർത്ത് വെച്ചോളാം, നമ്മുടെ വേർഡ്സ് ഇന്നത്തെ ഇത് തന്നെയാണ്. പിന്നെന്താണ് നമുക്കുള്ളത്? He above the mandates, ഇത് പറഞ്ഞില്ല, വായിച്ചില്ലല്ലോ. ഓക്കെ. He above that mandates failed to notice the contentious issue of people even though the aftermath is taking heed of many. That's great. ഓക്കെ, അപ്പൊ സെറ്റ് ആണല്ലോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് കേട്ടോ. ഓർത്ത് വെച്ചോണം കേട്ടോ. റാം മോഹൻ റോയ് unmoved women from many evil practices. Yes. There is palpable increase in health issues after COVID. Yes, ഒരുപാട് പേർക്ക്, അത് ഞാനും കേട്ടു, ഒരുപാട് പേര് പറയുന്നത് കേട്ടു അല്ലേ.
പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ആ സമയത്തെ ഒരു ഇതുകൊണ്ട് ചാടിക്കയറി എല്ലാവരും പോയി ഇതെടുത്തു. ബൂസ്റ്റർ ഡോസ് ഒക്കെ എടുത്തവർക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ 2 ഡോസ് എടുത്തവർക്ക് വലിയ പ്രോബ്ലം വരുന്നില്ല. എന്നാൽ പോലും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പനിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ടായിരുന്നു എനിക്കൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ അമ്മ ഇമ്മ്യൂണിറ്റി ഒക്കെ പോയി, ഇനിയിപ്പോൾ എല്ലാം തീർന്നു അല്ലെ, എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. ബട്ട് അതൊക്കെ മാറി. പക്ഷേ കോവിഡ് വാക്സിൻ എടുത്തവർക്കൊക്കെ പറയുന്നേക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നോക്കുകയെ, വെൻ വി ആഡ് സംതിങ് ഓൺ ദ ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻ, ഓൺ ദ അല്ലടാ, ഇൻ ദ ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷനിൽ, സൊല്യൂഷൻ്റെ ഉള്ളിലല്ല നമ്മൾ ഇടുന്നത്, ഇൻ ആണ് കേട്ടോ. ഇൻ എ സൊല്യൂഷൻ കേട്ടോടാ. ഇൻ കോഫി, ഇൻ ടീ, ഇൻ സൊല്യൂഷൻ, വി ഗെറ്റ് സം പാൽപ്പബിൾ സൊല്യൂഷൻ. യാ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് സെറ്റല്ല, അത് നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ടോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോദിജി പറഞ്ഞ ആർട്ടിക്കിൾ, മോദിജിയുടെ പ്രസംഗത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ട പിള്ളേരെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. എന്താ പിള്ളേരെ ജാടയാണോ ഒരു ലൈക്ക് ഇടാൻ ഇത്രയും മടിയൊക്കെ? ഇങ്ങനെ ആണോ നമ്മൾ? അങ്ങനെ ആവരുതടാ പോലീസ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ്. നമ്മുടെ കോഴ്സസിൻ്റെ കാര്യം മറക്കണ്ട. നമുക്ക് RRB റെയിൽവേ ബാച്ച് 5ാമത്തെ ബാച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SBI PO 17th നാളെ, അതുപോലെ തന്നെ NACLൻ്റെ ക്ലാസ്, IBPS POയുടെ ക്ലാസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 55 hours വീഡിയോ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ബേസ് ഒക്കെ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മൊത്തം വർക്കൗട്ട്സിലാണ്. 100% 100 hours പ്ലസ് വീഡിയോസ് നമ്മൾ എപ്പോഴും അതിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലോട്ട് ക്ലാസ്സുകൾ കൊണ്ടുവരും. 2200 രൂപയ്ക്കുള്ളിൽ കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് കോഡ് അപ്ലൈ ചെയ്താൽ ഡിസ്കൗണ്ടോടെ ക്ലാസ്സിൽ കയറാം. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ ക്ലാസ്സിൽ നമുക്ക് ഉഷാറായിട്ട് കയറാം കേട്ടോ. അപ്പം നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. സോ ദിസ് ഇസ് ആർട്ടിക്കിൾ ഫ്രം ദ റാംപാർട്സ്. അപ്പം നമുക്കറിയാലേ, നമ്മുടെ റെഡ് ഫോർട്ടിൽ നിന്നാണ് നമുക്ക് ഈ സന്ദേശം അദ്ദേഹം കൊണ്ടുവന്നത്, നമ്മുടെ നരേന്ദ്രമോദിജി. സോ ലെറ്റ്സ് റീഡ് ഇറ്റ്. Narendra Modi's speech was more self-congratulatory than reflective. Okay, it's a critical article എന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ പറയാൻ പറ്റും. യെസ്, ഇറ്റ് ഇസ് എ ക്രിട്ടിക്കൽ ആർട്ടിക്കിൾ. ഇതൊരു ക്രിട്ടിക്കൽ ആർട്ടിക്കിൾ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി, ഓതർ പറയുന്നതിൻ്റെ രീതിയിൽ എടുത്താൽ മതി. ഫ്രം ദ റാംപാർട്സ്, ഫ്രം ദ വോൾസിൽ നിന്ന്, റെഡ് ഫോർട്ടിൽ നിന്ന്, ഫ്രം ദ ഫോർട്ടിൽ നിന്നാണ് ഈ പറയുന്ന ഇത്. നോക്കാം. നരേന്ദ്രമോദി സ്പീച്ച് was self-congratulatory. Self-congratulatory എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പ്രശംസിക്കുന്നത് ആയിരുന്നു. ദാൻ റിഫ്ലക്റ്റീവ്, അല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്നൊരു ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. നമുക്ക് നോക്കാനും മുമ്പ് നിങ്ങളുടെ സെന്റൻസ് എന്തോ വന്നിട്ടുണ്ടല്ലോ. എന്താണ്? Our mind is needed to crack a degree level exam. Okay, I avow that you look fit as a fiddle. പിന്നല്ല എൻ്റെ വിനു, താങ്ക് യുടാ. You do unmoor the thoughts in order to get a calm mindset. That's great. Appo let's go to the article. Prime Minister Narendra Modi offered what he described as an account of his 2 consecutive terms in office, delivering his 10th customary address to the nation on Independence Day. His last address on August 15 before the general election next year also turned out to be a campaign speech in effect as he expressed confidence of winning a 3rd term. In the research, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജി കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ കൂടുതലും പറഞ്ഞത് നമ്മുടെ പുള്ളി ഇപ്പം 2ാമത്തെ കോൺസിക്യൂട്ടീവ് ടേംസിലാണ് ഓഫീസ് ഭരിക്കുന്നതെന്നും, അതായത് 10ാം വർഷമാണല്ലോ അതൊന്നും, അതുപോലെ തന്നെ 10th കസ്റ്റമർ അഡ്രസ് ആണ് നേഷന് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സംസാരം പുള്ളിക്ക് വന്നു. അത് ചെറുതായിട്ട് ഓവർവെൽമിംഗ് ആയിട്ട് പുള്ളി കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം അത് തന്നെ. ആൻഡ് ഹിസ് ലാസ്റ്റ് അഡ്രസ് ഓൺ August 15 ലാസ്റ്റ് അഡ്രസ്സിൽ പറയുന്ന ഇതാണ്: ജനറൽ ഇലക്ഷന് മുമ്പ്, അടുത്ത വർഷം ജനറൽ ഇലക്ഷന് മുമ്പായിരിക്കും ഞാൻ ഇത് പറയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു ക്യാമ്പയിൻ സ്പീച്ച് പോലെ 3rd കോൺസിക്യൂട്ടീവ് ഇയറിൽ ഞങ്ങൾ വിജയിച്ച് വന്നിട്ട് പറയുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം വന്നു. അപ്പം അത് പുള്ളി ആ ഒരു കോൺഫിഡൻസ് പുള്ളി എക്സ്പ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഏതാണ്ട് 3ാമത്തെ കോൺസിക്യൂട്ടീവ് ടേമിൽ ഞങ്ങൾ ജയിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ രീതിയിലൊരു സംസാരം ഉണ്ടായി ഇന്നലെ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്, ഒരു ക്രിറ്റിസിസം. Cataloging the achievements and initiatives of the country since 2014. 2014 മുതൽ, അപ്പോൾ അതായത് BJP ഭരണകാലത്തിലോട്ട് വന്നതിന് ശേഷമുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സിനെയും ഇനിഷ്യേറ്റീവ്സിനെയും പുള്ളി പാടിപ്പുഴ്ത്തി എല്ലാവരും പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് നല്ല രീതിയിൽ പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നല്ല കാറ്റലൈസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കാറ്റലോഗ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു 2014 മുതലുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി.
The year he became the Prime Minister, ഞാൻ Prime Minister ആയപ്പോൾ മുതൽ അല്ലേ, Mr. Modi suggested that it was a new beginning for the country which was until then unstable and aimless even though independence from British imperialism was won in 1947. 1947 ഇന്ത്യ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൽ നിന്ന് എല്ലാം പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ടും ഇന്ത്യ ഒരിക്കലും ഫ്രീ ആയിട്ടില്ലായിരുന്നു. പക്ഷേ 2014 ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കയറിയപ്പോൾ മുതൽ ഇന്ത്യക്ക് വന്നേക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതുവരെ ഇന്ത്യ 2014 വരെ 1947 ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെ കീഴിൽപ്പെട്ടിട്ട് നമ്മളെ ഫ്രീഡം നേടി എന്ന് പറയുമെങ്കിലും 2014 വരെ ഇന്ത്യക്ക് ഇൻസ്റ്റെബിലിറ്റി ആയിരുന്നു, ഒരു ഒട്ടും എയിം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇന്ത്യ സ്റ്റേബിൾ ആൻഡ് എയിം ഉണ്ട് ഇന്ത്യക്ക് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. സോ ദാറ്റ് ഈസ് സംതിങ് ക്രിട്ടിക്കൽ. മിസ്റ്റർ മോദി സൈറ്റഡ് ഡെമോക്രസി ആൻഡ്, അപ്പോൾ മോദിജി പറയുന്ന 3 കാര്യങ്ങൾ പറയാം. ഒന്ന് ഡെമോഗ്രഫി, പോപ്പുലേഷൻ. അടുത്ത ഡെമോക്രസി, റൂൾ ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. ആൻഡ് ഡൈവേഴ്സിറ്റി. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് ഇസ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ആസ് എ 3 core strength ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 സ്ട്രെങ്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പുള്ളി പറയും ഡെമോഗ്രഫി, 3 D ആണ്, ഡെമോഗ്രഫി, പോപ്പുലേഷൻ അല്ലേ. പിന്നെ പറയുന്നു ഡെമോക്രസി, ഡൈവേഴ്സിറ്റി. എടുത്ത് പറയാം കേട്ടോ, പുള്ളി പറഞ്ഞ 3 കാര്യങ്ങൾ ഇതാണ്. ആസ് എ 3 core strength ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിന്റെ കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതാണ്, ഈ 3 ആണെന്ന് പറയുന്നത്. ബിഫോർ ലോഡിങ് യങ് ഓൺടർപ്രണേഴ്സ്, ഫാമേഴ്സ്, സ്പോർട്സ് പീപ്പിൾ ഹു ഓവർകം ദ ഓഡ്സ്. പിന്നെ അതെടുത്ത് പുള്ളി പറഞ്ഞു ബാക്കി സ്ട്രെങ്ത് ആയിട്ടുള്ള എക്സെപ്ഷൻ കേസിൽ പുള്ളി പറഞ്ഞ 3 ഡെമോക്രസി, ഡൈവേഴ്സിറ്റി ആണ്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ലോഡ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് യങ് ഓൺടർപ്രണേഴ്സിനെ അല്ലേ, സംരംഭം കൊണ്ടുവന്ന ആൾക്കാരെ, ഫാമേഴ്സിനെ, സ്പോർട്സ് പീപ്പിളിനെ എല്ലാം പറഞ്ഞു. അവരൊക്കെ ഓട്സിനെയൊക്കെ മറികടന്നുകൊണ്ട് വന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഹി സൈറ്റഡ് 3 challenges ദാറ്റ് ഹോൾഡ് ബാക്ക് ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ. പുള്ളി പറയുന്നുണ്ട് 3 കാര്യങ്ങൾ ഇന്ത്യ വല്ലാണ്ട് പ്രശ്നമുണ്ട്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യ അഫക്റ്റ് ചെയ്യുന്ന 3 തടസ്സങ്ങൾ ഇസ് കറപ്ഷൻ, അഴിമതി, ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് ഇല്ലേ, അതായത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അച്ഛൻ കഴിഞ്ഞിട്ട് മകൻ എന്നുള്ള ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് ഇല്ലേ, ആ ഒരു എന്താ പറയാ വംശപരമായിട്ട് ഇങ്ങനെ മലയാളം എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് രാഷ്ട്രീയം അത്. പിന്നെ അപ്പീസ്മെന്റ് പൊളിറ്റിക്സ്, ആൾക്കാരെ എന്താ പ്രീതിപ്പെടുത്തുന്ന പൊളിറ്റിക്സ്. അത്രയും കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്, മോദിജി പറയാ നമ്മളെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ത്രെറ്റ് ആയിട്ടുള്ള, ഏറ്റവും വലിയ ചാലഞ്ചസ് ആയിട്ട് നമ്മൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന 3 എന്ന് പറഞ്ഞാൽ കറപ്ഷൻ, ഡൈനാസ്റ്റിക് പൊളിറ്റിക്സും അപ്പീസ്മെന്റ് പൊളിറ്റിക്സും ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിൻസ് 2014 മുതൽ മിസ്റ്റർ മോദി ടോൾഡ് ഫെലോ സിറ്റിസൺസ് ഹും ഹി അഡ്രസ്സസ് ഫാമിലി മെമ്പേഴ്സ്. അദ്ദേഹം ഫെലോ സിറ്റിസൺസിനെ, നമ്മളെ ഉള്ള ജനങ്ങളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ്, കുടുംബക്കാരെ ആയിട്ട്, ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് പറയുന്നത് ത്രൂ ഔട്ട് ദ സ്പീച്ച്. അങ്ങനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, പുള്ളി ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ്, ഇന്ത്യ ആസ് എ ഫാമിലി, കുടുംബം ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഹി ഹാസ് ബീൻ ടാക്ലിംഗ് ദീസ് ചാലഞ്ചസ് ഹെഡ് ഓൺ ആൻഡ് മേക്കിംഗ് മെനി എനിമീസ് ബട്ട് റിമെയിൻസ് അൺഡിറ്റേർഡ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മോദിജി 2014 ഭരണത്തിൽ വന്നപ്പോൾ മുതൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്നും, അദ്ദേഹത്തെ പോലെ തന്നെ ഭയങ്കര ഹെഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിറക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. പുള്ളി എന്ത് ചെയ്യാണ്, എന്താണ് നയിക്കുക, ഹെഡ് ഓൺ ചെയ്യുന്ന നയിക്കുക, ലീഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്, ഡയറക്റ്റ് ചെയ്യുക, ഒരാളെ ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതിൽ ഫ്രണ്ടായിട്ട് മുമ്പിൽ നിന്ന് കൊണ്ട് നയിക്കുമായിരുന്നു. ആൻഡ് ആ സമയത്ത് ഒരുപാട് എനിമീസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അപ്പോഴും ഞാൻ കുലുങ്ങിയിട്ടില്ല, ഐ വാസ് അൺഡിറ്റേർഡ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വാസ് ഓവർകമ്മിങ് ദ ഇൽസ് ഓഫ് 1000 years ഓഫ് സ്ലേവറി. 1000 വർഷത്തിന്റെ സ്ലേവറി, എന്താ പറയാ, അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ ഓവർകം ചെയ്യുന്ന ഒരു സമയമായിരുന്നു 2014 മുതലുള്ള കാലഘട്ടം. ഓഫ് ദ പാസ്റ്റ് ആൻഡ് ഇസ് നൗ ലേയിങ് ദ ഫൗണ്ടേഷൻ. ഇപ്പോഴാണ് ഇന്ത്യ ശരിക്കും ഫൗണ്ടേഷൻ ലേ ചെയ്തത്, കറക്റ്റായിട്ടൊരു ഫൗണ്ടേഷൻ വന്നു ഫോർ 1000 year ഗോൾഡൻ എറ. ഒരു 1000 year ഗോൾഡൻ എറയ്ക്ക് വേണ്ടി ഇന്ത്യ കാല് ചൂടെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഫാമിലി മെമ്പേഴ്സിനോട് അദ്ദേഹം അഡ്രസ് ചെയ്തേക്കുന്നത്. ഇൻ എൻ എമർജിംഗ് ന്യൂ വേൾഡ് ഓർഡർ, പുതിയ വേൾഡ് ഓർഡർ വരുമ്പോൾ ഇന്ത്യ വുഡ് ബി പ്ലേയിങ് എ സെൻട്രൽ റോൾ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇന്ത്യ ഒരു എന്താ പറയുക അടിപൊളി റോള് വഹിക്കുന്നുണ്ട്, ലോകത്തിലൊരു വലിയൊരു റോള് വഹിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി.
അതാണ് ഇന്നലെ നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. The Prime Minister's speech was inspiring and optimistic. അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ സ്പീച്ച് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു, ഭയങ്കര ഇൻസ്പിറേഷൻ കൊണ്ടുവന്നു, അതുപോലെ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു, ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇത് വന്നത്. അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര മുന്നോട്ടുള്ള വികസനത്തെ പറ്റിയും ഒക്കെ ഘോര അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. അയ്യോ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു റോൾ പ്ലേ ചെയ്യാൻ പോകുന്നുണ്ടെന്നൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് കൊണ്ടിരുന്ന രീതിയിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു, സ്പീച്ച് ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് പാരഗ്രാഫിൽ ബാക്കി പറയാം. ഒരു ലെവലിൽ പറയുമ്പോൾ അല്ലെ, ഒരു സൈഡ് നമ്മൾ ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്പീച്ച് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. അതേസമയം when we look deeper into it, but it was also self congratulatory. പക്ഷെ പ്രശ്നം വെച്ചാൽ സ്വയം പ്രശംസ ഭയങ്കര കൂടിപ്പോയി. ആൻഡ് ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ് ദാൻ സെൽഫ് റിഫ്ലക്റ്റീവിന് പകരം അത് എക്സ്ക്ലൂസീവ് ആയിട്ട് അവിടെ ഒരാളെ മാത്രം ഒരു കാര്യത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകുന്നൊരു കാര്യമായിപ്പോയി. അപ്പം സെൽഫ് റിഫ്ലെക്സീവ് അല്ലാണ്ടായിപ്പോയി. ആൻഡ് യൂണിഫൈങ് അല്ലായിരുന്നു, ഒട്ടും യൂണിഫൈങ് അല്ലായിരുന്നു, സെൽഫ് റിഫ്ലെക്സീവ് ആയിരുന്നു. നമുക്ക് ചിന്തിക്കാൻ മാത്രം ഒരു കാര്യത്തെ പറ്റി, ഒരു പുതിയൊരു കാര്യത്തെ പറ്റി അദ്ദേഹം തന്നില്ല. ദോ മിസ്റ്റർ മോദി സെഡ് ഇന്ത്യസ് യൂണിറ്റി അക്രോസ് റീജിയൻസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ജെൻഡർ വാസ് അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ഫോർ ഹിം. അദ്ദേഹം പറഞ്ഞു എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റിയാണ്, ഇന്ത്യയുടെ യൂണിറ്റിയാണ്. റീജിയനെ ട്രാൻസെൻഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസും ജെൻഡർ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത ഇന്ത്യ എല്ലാവരും യുണൈറ്റഡ് ആയിരിക്കണം. ജെൻഡേഴ്സ് എന്തോ ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റീസ് എന്തോ ആയിക്കോട്ടെ, റീജിയൻസ് എന്തോ ആയിക്കോട്ടെ, ഇന്ത്യ എന്ന് പറഞ്ഞ ഒന്ന് ഏകമായ ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം, അതാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പക്ക വന്നത് സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. ഭയങ്കര സെൽഫ് കൺഗ്രാജുലേറ്ററി ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. യൂണിറ്റി പിച്ച് ഡിഡ് നോട്ട് റെസ്ട്രെയിൻ വെൽ. അത് അയാളുടെ അദ്ദേഹം പറഞ്ഞ പിച്ച് ഒരിക്കലും എന്താ പറയുക, യൂണിറ്റി പിച്ച് അല്ല, മുന്നോട്ട് വന്നതെന്ന് പറയാണ്. ആൻഡ് ദ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി അറിയാമോ, BJPയുടെ പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞു കോൺഗ്രസ് ആണ്. സോ സെഡ് അവർ പറഞ്ഞു മിസ്റ്റർ മോഡി സ്പീച്ച് വാസ് ഫുൾ ഓഫ് ഡിസ്റ്റോർഷൻസ് ഒരുപാടുണ്ടായിരുന്നു, അതായത് മിസ്ഇൻറ്റർപ്രിട്ടേഷൻസ് ഒരുപാടുണ്ടായിരുന്നു, വളച്ചൊടിക്കൽ, ലൈസ് ആൻഡ് എക്സാജറേഷൻസ് ആൻഡ് വേഗ് പ്രോമിസസ്, ഒരുപാട് എന്താ പറയുക ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് പ്രോമിസസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു, എക്സാജറേഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട്. കാര്യം മേജർ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഒപ്പോസിഷൻ ഇസ് കോൺഗ്രസ് ആണ് ഓഫ് കോഴ്സ് അല്ലെ. അതുകൊണ്ട് ദ പ്രൈം മിനിസ്റ്റർ ഡിപ്ലോയ്ഡ് എ സ്കിൽഫുൾ ഒറേറ്ററി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ അടിപൊളിയായിട്ടുള്ള വാക്ചാതുര്യം, ഒറേറ്ററി എന്ന് പറയുമ്പോൾ വാക്ചാതുര്യമാണ്, ഡിപ്ലോയ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അദ്ദേഹം വെച്ച് കാച്ചിട്ടുണ്ടായിരുന്നു. ടു കൺഫ്ലേറ്റ് ഹിസ് ഓൺ പേഴ്സോണ, കൺഫ്ലേറ്റ് ചെയ്യുക, കമ്പൈൻ അല്ലെ, അതിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് കൺട്രി. അദ്ദേഹത്തിന്റെ പേഴ്സോണ, അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി നമ്മൾ കൺട്രിയോട് കൂടി ചേർത്തുകൊണ്ട് ഒന്ന് ആ ഒറേറ്ററി സ്കില്ലിലൂടെ പറയാൻ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പുള്ളി. അത് പറയാതിരിക്കാൻ പറ്റില്ല. മോദിജി എന്ന് പറയുന്ന മാർക്ക് ആന്റണി പോലെ അടിപൊളിയായിട്ട് ഭാഷണം, പുള്ളിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. ദ കണ്ടിന്യൂറ്റി ഇൻ ഇന്ത്യസ് പ്രോഗ്രസ് സിൻസ് 1947 ഈസ് ആസ് സെൽഫ് എവിഡന്റ് ആസ് ദ ഡോണ്ടിങ് ചാലഞ്ചസ് ടു ഇറ്റ്സ് പ്രസന്റ്. നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്ത്യയുടെ ആ ഒരു പ്രോഗ്രസ് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്, നമ്മളെല്ലാവർക്കും കേട്ട് കണ്ട് പരിചയമുള്ളൊരു കാര്യമാണ്, അനുഭവിച്ചു വന്നൊരു കാര്യമാണ്. അതിനെ ഇല്ല എന്നും ഇന്ത്യ ഒട്ടും പ്രോഗ്രസീവ് അല്ലായിരുന്നു എന്നും ഇപ്പോഴാണ് 2014 മുതലാണ് ഇന്ത്യ പ്രോഗ്രസ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പിതൃക്കന്മാരെയൊക്കെ നമ്മളത് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ ആയിപ്പോയി. അത് ഭയങ്കര ഡോണ്ടിങ് ആയിപ്പോയി, അത് ഭയങ്കര ഡിസ്കറേജിങ് ആയിട്ടൊരു സാധനമായിപ്പോയി. അപ്പം അത് ഇവിടെ നിന്ന് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദാറ്റ് ഇസ് ഡിനൈങ് ഓർ ഓവർലുക്കിംഗ് ഐദർ. നമ്മളതിനെ ഒരു കാര്യത്തിന് ഓവർലുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ ഒരുപാട് സൂപ്പർവൈസ് ചെയ്യുന്ന പറഞ്ഞിൽ പറയുന്ന പോലെയോ അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്നതോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് സ്ട്രാറ്റജി ഫോർ പ്രോഗ്രസ്. പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമ്മൾ എന്താ പറയുക, വന്ന വഴി മറക്കാതെ പുതിയ ഡെവലപ്മെന്റ് കൊണ്ടുവരണം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതാണ് പ്രോഗ്രസിന്റെ ഏറ്റവും വലിയൊരു മാറ്റം. അല്ലാതെ നമ്മൾ വന്ന വഴി മറന്നിട്ട് ഡിനൈ ചെയ്തുകൊണ്ടോ ഓവർലുക്ക് ചെയ്തുകൊണ്ടോ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞപ്പോൾ ഇച്ചിരി ഇത്തവണ പറഞ്ഞപ്പോൾ ഇച്ചിരി നാവൊന്ന് പഴച്ചു. ആ ഒരു കാര്യത്തിലാണ് നമ്മളിവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം. മിസ്റ്റർ മോഡി നോട്ടഡ് ദാറ്റ് പീസ് ആൻഡ് നോർമൽസി വർ റിട്ടേണിംഗ് ടു സ്ട്രൈഫ് ടോൺ മണിപ്പൂർ. പിന്നെ അദ്ദേഹം എടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഇത്തവണ അഡ്രസ്സ് ചെയ്തൊരു കാര്യം, മണിപ്പൂരിലോട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, മണിപ്പൂർ ഓക്കെ ആയിട്ടുണ്ട്, നോർമൽസിയിലോട്ട് വന്നിട്ടുണ്ട്, പീസും നോർമൽസിയൊക്കെ മണിപ്പൂരിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നോ സ്റ്റേറ്റ് അക്കൗണ്ടബിലിറ്റി ഫോർ ദ വയലൻസ് ആൻഡ് കയോസ് വാസ് മെൻഷൻഡ്. അത് എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, മണിപ്പൂർ തിരിച്ച് പഴയ അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട എന്നും പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് സ്റ്റേറ്റ് അതിന് അക്കൗണ്ടബിൾ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഒരിക്കലും അവിടുത്തെ വയലൻസും കയോസും അവിടുത്തെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്ററിന്റെ കാര്യം കൊണ്ട് അവിടുത്തെ ഭരണത്തിന്റെ കാര്യം കൊണ്ട് അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അതൊന്നും പുള്ളി മെൻഷൻ പോലും ചെയ്യാതെ പുള്ളി പറഞ്ഞു പീസും ആൻഡ് നോർമൽസ് തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം എന്തായാലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഇവിടെ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. മിസ്റ്റർ മോദീസ് ക്ലെയിംസ് ഓഫ് ആൻ അൺകോംപ്രമൈസിങ് ക്രൂസൈഡ്. അപ്പോൾ ഇതൊരു കുരിശുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു നമുക്ക് ആർക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു, ആർക്കും കോംപ്രമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു ക്രൂസൈഡ് ആണ് അഗൈൻസ്റ്റ് കറപ്ഷൻ. കറപ്ഷനെ നമ്മൾ വെറുതെ വിടുകയല്ല, കറപ്ഷൻ നമുക്ക് ഭയങ്കര
ശത്രുവാണെന്നും അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ നമ്മൾ അഹോരാത്രം പോരാടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബൈ ദ സെലക്റ്റീവ് അപ്രോച്ച് ഓഫ് ദ സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ്, സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിനെ CIA ഉപയോഗിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യും നമ്മൾ കറപ്ഷനെതിരെ പ്രവർത്തിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ടാർഗറ്റ് ഓൺലി ഓപ്പോസിഷൻ പൊളിറ്റീഷ്യൻസ് അണ്ടിൽ ദ പോയിന്റ് ദാറ്റ് ദേ അലൈൻ വിത്ത് ഭാരതീയ ജനതാ പാർട്ടി. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കും കുറേ ഇത് വന്നു, നമ്മൾ കുറ്റം ചെയ്ത് കറപ്ഷൻ്റെ ഇതിലോട്ട് കീഴിൽ വരുന്ന എല്ലാം ഓപ്പോസിഷൻ പാർട്ടീസിനാണ്, പൊളിറ്റീഷ്യൻസ് ആണ് കറപ്ഷൻ്റെ കീഴിൽ സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരു ക്രിറ്റിസിസം ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്പോസിഷൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇല്ലാത്ത, അലൈൻ ചെയ്യാത്ത എല്ലാവരും കറപ്ഷൻ്റെ നിഴലിൽ വരുന്നു എന്നുള്ള രീതിയിലൊരു ടോണ് ഇവിടെ ആ ഒരു എന്താ പറയുക സ്പീച്ചിൽ ഇത്തവണ വന്നു. ഓവറോൾ മിസ്റ്റർ മോദി റീഇൻഫോഴ്സ്ഡ് ദ ഊട്ടി ഉറപ്പിച്ചു ദ ഫെയ്ത്ത് ഓഫ് ഇറ്റ്സ് ഫെയ്ത്ത്ഫുൾ ആൻഡ് സ്കെപ്റ്റിസം ഓഫ് ഹിസ് സ്കെപ്റ്റിക്സ്. അപ്പോൾ ഒരു കാര്യത്തിൽ ഉറപ്പ് ഇദ്ദേഹത്തിൻ്റെ ഇതിലൂടെ പറഞ്ഞു. ഇത്തവണ നമുക്ക് ഒരു കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ ഡൗട്ടിൽ ഭയങ്കര അദ്ദേഹത്തെ ഡൗട്ട് ചെയ്യിപ്പിക്കുന്ന അനുസരിച്ചുള്ള സ്കെപ്റ്റിസിസം കൊണ്ടുവന്ന ഒരു രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ് വളരെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിളാണ് നമുക്ക് പറയാം. വേറെ ഒന്നും ഇതിൽ നമുക്ക് എന്താ പറയുക, ഒരു രീതിയിൽ നമുക്ക് അതിനെ വേറെ നിർവചനം കൊടുക്കാൻ പറ്റില്ല. ദിസ് ഈസ് എ ക്രിട്ടിക്കൽ ആർട്ടിക്കിൾ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ഐ ഗെസ്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നിട്ട് എനിക്ക് ആൻസർ തന്നവർ വളരെ 2-3 പേർ. അതെനിക്ക് ഭയങ്കര സങ്കടമായി. എന്നാലും നിങ്ങൾ പറഞ്ഞോളൂ ഇന്നത്തെ ആൻസർ എന്താണെന്ന് പറയൂ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇന്ത്യ മേ ടേക്സ് ഹാർട്ട് ഫ്രം ദ റിസൾട്ട്സ് ഇൻ ദ ടെസ്റ്റ് ആൻഡ് ODIs while in the T20Is more work needs to be done. ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയൂ, ആൻസർ എന്താ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയൂ. പെട്ടെന്ന് ആൻസർ. മേ ഒരു മോഡൽ ഓക്സിലർ വെർബാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേ എന്ന് പറഞ്ഞ മോഡൽ ഓക്സിലർ വെർബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റില്ല. ടേക്സ് എന്ന V5 കൊടുക്കാൻ പറ്റില്ല. മോഡൽ ഓക്സിലർ വെർബ് എവിടെ ഉണ്ടോ അവിടെ നമ്മൾ V1 കൊടുക്കണം, അല്ലേ? ടേക്സ് കൊടുക്കാൻ പറ്റില്ല, V1 വേണം. ഏതൊരു മോഡൽ ഓക്സിലർ വെർബിന് ശേഷവും V1 അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അത് ഏതൊരു മോഡൽ ഓക്സിലർ വെർബ് ആണെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഇവിടെ സിമ്പിൾ പ്രസന്റ് ഒന്നും അല്ല കൊടുക്കേണ്ടത്, V1 കൊടുക്കണം. റൂട്ട് ഫോം ഓഫ് വെർബ് കൊടുക്കുക. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്നത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതിന് ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ആൻസർ നോക്കിയാൽ data compiled by CMIE show the sequential surge in vegetable prices were the highest in at least 5 years. ഇതാണ് ക്വസ്റ്റ്യൻ. ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക, സ്ക്രീൻഷോട്ട് എടുത്തോ, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന 2 ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. അതുപോലെ കോമന്റ് സെക്ഷൻ ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അതുപോലെ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ. ടേക്ക് കെയർ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഡിഗ്രി മെയിൻസിൻ്റെ യൂണിവേഴ്സിറ്റി SA മെയിൻസിൻ്റെ ഡ്യുവൽ സെഷനുമായിട്ട് ഞാൻ ഷഫീഖ് സാറും വരുന്നുണ്ട്. അപ്പോൾ കാണാം. അതുവരെ ഉഷാറായിട്ടിരിക്കുക. ടേക്ക് എ ബ്രേക്ക് ആൻഡ് ലെറ്റ്സ് സീ അറ്റ് 6. ബൈ.